പ്രൈസ് ദി ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും ഒരു പ്രാവശ്യം കൂടെ വെൽക്കം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റിമണി സെക്ഷനുമായിട്ടാണ് നിങ്ങളുടെ നടുവിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിപ്പാനടിയായി തീരട്ടെ. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവെ. പ്രത്യേകമായി വിമൻ ഫോർ ജീസസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്കൊന്ന് ചാരിപ്പാൻ തൊക്കണം ഇത് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ മേലുണ്ടായിരുന്ന പരിപാലനത്തിനായി സ്തോത്രം. ഈ ശുശ്രൂഷ എത്രത്തോളം നീ കൊണ്ടുവന്നതിനായി സ്തോത്രം. കർത്താവ് ഇന്ന് ഞങ്ങളുടെ നടുവിലേക്ക് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളായി പ്രിയപ്പെട്ടതിൻ്റെ ദാസിയെ നീ അയച്ച കൃപയ്ക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവെ. തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് വലിയ ആത്മിക ബലത്തിനും ധൈര്യത്തിനും ഒക്കെ കാരണമായി തീരുവാൻ പോകുന്നത് സ്തോത്രം. സന്നിധിയിലേക്ക് മുറ്റുമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ബെനഡിക്ഷൻ പ്രയറിൻ്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാക്കണം, അനുഗ്രഹം ഉണ്ടാകണം. വൻകാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. സഹായിച്ചാട്ടപ്പ പ്രാർത്ഥന കെട്ടുപിടിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്ന കേൾക്കുമാടണമേ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് കർത്താവിന് ദാസി പ്രിയ ആൻറ്റി സിസ്റ്റർ സാറാമ്മ എബ്രഹാമാണ്. പ്രിയ ആൻറ്റി ന്യൂയോർക്കിൽ നിന്നാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രിയ ആൻറ്റി നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ വിമൻ ഫോർ ജീസസിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് ആൻറ്റി. പ്രൈസ് ലോർഡ് ആൻറ്റി. ഒത്തിരി സന്തോഷമുണ്ട്. ആൻറ്റി മൂന്നാർ വട്ടമട എന്ന സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ വേലയിലൊക്കെ ആയിരിക്കുന്നത്. കർത്താവിൻ്റെ വേലയിൽ നിന്നുള്ള ഒരു കുടുംബമാണ്. വളരെ ജീവിതാനുഭവങ്ങളുണ്ട്. അതെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പെട്ടെന്ന് മയക്കി മേടിക്കാൻ കാരണം ഇന്ന് ആസാദിയുടെ വിമൻ ഫോർ ജീസസിൻ്റെ 250ാമത്തെ എപ്പിസോഡാണ്. ഒരു മൈൽ സ്റ്റോൺ, ഒരു നാഴികക്കല്ലാണെന്ന് പറയാം. 250 എപ്പിസോഡുകൾ തികയ്ക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ആ കാര്യത്തിലും വളരെ സന്തോഷമുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ എപ്പിസോഡിൽ ഗസ്റ്റായിട്ട് പ്രിയ ആൻറ്റിയെ ലഭിച്ചതിൽ അങ്ങനെയുള്ള ശുശ്രൂഷാനുഭവങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ ഉള്ള ഒരു കർത്താവിൻ്റെ ദാസി വിമൻ ഫോർ ജീസസിൻ്റെ 250ാമത്തെ എപ്പിസോഡിൽ കടന്നു വന്നതിനെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഞങ്ങൾ ആരംഭത്തിൽ തന്നെ ആൻറ്റിയോടുള്ള നന്ദി പറയുകയും ചെയ്യുന്നു. അതാ ഞാൻ പെട്ടെന്ന് മൈക്കങ്ങ് വാങ്ങിച്ചു. ആൻറ്റി ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ന്യൂയോർക്കിലാണെന്ന് പറഞ്ഞല്ലേ? അതെ, ഇപ്പൊ ന്യൂയോർക്കിലാണ്. ഫസ്റ്റ് ന്യൂയോർക്കിലാണ്. അതെ, മകളോടും കുടുംബത്തോടൊപ്പം ഇവിടെ വിസിറ്റിങ്ങിന് വന്നതാണ്. അതെ, ഇവിടെ ആയിട്ട്. ശരി. അടുത്ത വീക്കിൽ മടങ്ങി പോവുകയാണ്. അടുത്ത ആഴ്ച മടങ്ങി പോകും പാസ്റ്റർ. ദൈവത്തിന് സ്തോത്രം. ഓക്കെ. പാസ്റ്റർ ജോസ് മേമന ആൻറ്റിയുടെ സണ്ണിലോയാണ്. ന്യൂയോർക്ക് ICA ചർച്ചിൻ്റെ യൂത്ത് പാസ്റ്ററായിട്ടൊക്കെ, അസോസിയേറ്റ് പാസ്റ്റർ, യൂത്ത് പാസ്റ്ററായിട്ടൊക്കെ സേവനം അനുഷ്ഠിക്കുന്നു. പാസ്റ്ററോട് നന്ദി പറയുന്നു. ഈ ഒരു എപ്പിസോഡ് ജീവാന്തക്കണം. പാസ്റ്റർ അവിടെ ഉണ്ട്, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തന്നതിൽ. അതുപോലെ തന്നെ നമ്മുടെ MO മാത്യു ചാനാണ് ഈ ഒരു ആൻറ്റിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തതൊക്കെ. ചാനോടുള്ള നന്ദി പറയുകയാണ്. അപ്പം നമുക്ക് ആൻറ്റിയുടെ ജീവിതാനുഭവങ്ങളെല്ലാം കേൾക്കണം. ജനിച്ചു വളർന്നതൊക്കെ എവിടെയാ? പക്ഷെ എന്റെ സ്വദേശം കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ പയ്യന്നൂര് പെരിങ്ങോന്ന് സ്ഥലത്താണ് എന്റെ സ്വദേശം. ശരി. കോട്ടയം വാകത്താനത്തുനിന്ന് എന്റെ പിതാവ് അങ്ങോട്ട് കുടിയേറി പാർത്തതാ. ശരി. എനിക്ക് 1 വയസ്സുള്ളപ്പം ഞങ്ങള് കണ്ണൂര് പോയതാ. ഓ ശരി. അപ്പോൾ ആ സമയം മുതൽ തന്നെ ശുശ്രൂഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുടുംബമായിരുന്നോ? അല്ല, ഞാൻ അവിടെ മർത്തോമായിലായിരുന്നു. കൃഷിയും ഒക്കെ ആയിട്ട് പോയതാണ്. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ മർത്തോമ പള്ളിയിലെ മാസത്തിലൊന്നൊക്കെ അല്ലേ അച്ഛൻ വരുന്ന, അത്രയും ദൂരെ ഉള്ള സ്ഥലമല്ലേ. അപ്പം എപ്പോഴും ഒക്കെ പള്ളിയിലൊക്കെ പോകാറുള്ളൂ. അല്ലാതെ ഭവനത്തിലൊരു ആത്മീയ അന്തരീക്ഷമൊന്നും, കാരണം പണിയും പണിക്കാരും എന്നും കൃഷിയൊക്കെ ഉള്ളവർക്ക് അറിയാമല്ലോ, ആ ഒരു സാഹചര്യം അങ്ങനെ ആയിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചത് ബോർഡിങ്ങിലാണ് പഠിച്ചത്. അത് കോട്ടയത്തും തിരുവല്ലായിലും ഒക്കെയാ പഠിച്ചത്. CSIക്കാരുടെ ബോർഡിങ്ങിൽ നിന്നാണ് ഞാൻ പഠിച്ചതൊക്കെ. ഓക്കെ, ശരി. ഈ ദിവസങ്ങളിലെ യാദൃച്ഛികതയല്ല, ദൈവത്തിൻ്റെ ഒരു ഹിതമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ വടക്കൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. അതായത് ഈ കണ്ണൂർ, കോഴിക്കോട്, വയനാട്, പഴയ മലബാർ ഏരിയയിൽ നിന്ന് ഒത്തിരി സാക്ഷ്യങ്ങൾ വരുന്നു.
അപ്പം ഞാൻ ആ സമയങ്ങളിലൊക്കെ ആവർത്തിച്ച് പറയുന്നതാണ്, മലബാറിനെ കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നു, നോർത്തേൺ കേരളയെ കർത്താവ് സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ ജനിച്ചു വളർന്ന പ്രിയപ്പെട്ട ആൻറ്റിയെ ദൈവം അതേ ഭാഗത്തു നിന്ന് തന്നെ കൊണ്ടുവന്നു. അതുകൊണ്ട് മലബാറിന് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ വലിയൊരു ഉണർവ് വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ചെറിയ പ്രായം മുതലുള്ള അനുഭവം പറയാം ആൻറ്റിയുടെ കുടുംബത്തെക്കുറിച്ച് പറയണം, മാതാപിതാക്കളെക്കുറിച്ച് പറയണം. അതൊക്കെ ഒന്ന് കേട്ടിട്ട് ജീവിതാനുഭവങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ സന്തോഷമാണ്. എന്റെ പിതാവിന്റെ പേര് എന്നെ പുന്നൂസ് എന്നാണ്, അമ്മ മറിയാമ്മ. ഞാൻ മൂത്ത മോള വീട്ടിലെ. ഞങ്ങൾ 4 പേരാണ്. എന്റെ നേരെ ഇളയ 2 ആങ്ങളമാര്, ഏറ്റവും ഇളയ അനിയത്തി. ഞങ്ങൾ ഇവിടെ കോട്ടയത്ത് വാകത്താൻ തിവാഞ്ചലിക്കലായിരുന്നു. അവിടെ ചെന്നപ്പോൾ മർത്തോമ പള്ളിയാ ഉള്ളത്. അതുകൊണ്ട് മർത്തോമ പള്ളി പോകുന്നു. അപ്പം കൃഷി തിരക്ക്, ആ ബെത്തപ്പാടിന്റെ നടുവിൽ അങ്ങനെ ഒരു ആത്മീക അന്തരീക്ഷം ഒന്നും ഭവനത്തില്ല. കാരണം പള്ളി പോണെങ്കിൽ തന്നെ വളരെ ഒത്തിരി ദൂരം പോകണം പള്ളിയിൽ ഞായറാഴ്ച ഒന്ന് പോകണമെങ്കിൽ. അപ്പൊ അങ്ങനെ ഞായറാഴ്ച അങ്ങനെ പള്ളിയിലൊന്നും അധികം എല്ലാവരും ഒന്നും പോകുന്ന രീതിയൊന്നും ഇല്ല. പക്ഷെ എനിക്ക് ഓർമ്മ, എന്റെ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് തന്നെ തിരുവല്ല പായിപ്പാടുള്ള ബദേൽ സ്കൂളിലാണ്, ബോർഡിങ്. അപ്പൊ അവിടെ നല്ലൊരു ആത്മീയ, അതായത് രാവിലെ അത്ര ചെറുപ്പത്തിലും രാവിലെ എഴുന്നേക്കണം, പ്രാർത്ഥന അറ്റൻഡ് ചെയ്യണം, അത് നിർബന്ധമാണ്. ആ പ്രായത്തിൽ തന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണേലും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് എല്ലാവരും അറ്റൻഡ് ചെയ്തിരിക്കണം. അതെന്റെ ജീവിതത്തില് ഒരു ആത്മീയ വളർച്ചയ്ക്ക് കാരണം. അതായത് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒരു ശീലം എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഇടയായത് ആ 1ഉം 2ഉം അവിടെയാണ് ഞാൻ പഠിച്ചത്. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും. 3ാം ക്ലാസ്സിൽ വന്നപ്പം റാന്നിക്കടുത്ത് മന്നുമരുതിയില്, അവരവിടെ മന്നുമരുതി ഇവാഞ്ചലിക്ക പള്ളിക്കാരാ. അവിടെയും അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു അധ്യാപകനാണ്. അദ്ദേഹം അത് രാവിലെ 5 മണിക്ക് കൊച്ചുപിള്ളാരും എല്ലാവരും എഴുന്നേറ്റിരിക്കണം, പരപരമായ ശയും എന്നാ മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിത ഈ പാട്ട് അപ്പച്ചൻ പാടും. അത് കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് ഞങ്ങൾ പായൽ ഇരുന്നിരിക്കണം. ചിലപ്പം പ്രാർത്ഥന കഴിയുമ്പോൾ ഉറങ്ങി പോയെന്നിരിക്കും, എന്നാലും പ്രാർത്ഥനയെ പങ്കെടുക്കും. അതൊക്കെ എന്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് വളരാൻ ഒത്തിരി സഹായമായി. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കോട്ടയത്ത് ബോർഡിങ്ങിലാക്കി എന്നെ. ഹൈസ്കൂളിൽ പഠിക്കുമ്പം വീക്കെൻഡിന് പോകുന്നത് കോട്ടയം വാകത്താനത്തുള്ള പിതാവിന്റെ വീട്ടിലാണ്. അവിടെ അന്നേരം ഐക്യ കൂട്ടായ്മയുണ്ട്. ഇപ്പൊ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കും. എനിക്ക് വചനമൊക്കെ കേൾക്കാൻ ഒത്തിരി അവസരം എന്റെ ജീവിതത്തിൽ ലഭിച്ചു. ഇതൊക്കെ കേൾക്കുന്ന വചനമൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിക്കാനും ഒക്കെ ഞാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വളർന്നു വരുന്ന ഘട്ടത്തില് പക്ഷെ എന്നോട് ആരും ഒന്നും പറയാറില്ല, ആത്മീയമായ കാര്യങ്ങളൊന്നും പറയാൻ. സൺഡേ സ്കൂള് പഠിക്കുന്നുണ്ട്. പിതാവിന്റെ വീട്ടിലല്ലേ, വർഷത്തിൽ 1 കണ്ണൂർ എന്റെ വീട്ടിൽ പോകാറുള്ളൂ. അപ്പൊ അങ്ങനെ വളർന്നു വരുന്ന ഘട്ടത്തിൽ എനിക്ക് ഈ പത്രത്തിലൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിന് വിഷമമാണ്. അതായത് ഈ ചരമവാർഷിയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മനോരമ വന്നൊരു വാർത്ത, പിതാവിന്റെ സ്നേഹം അനുഭവിച്ച് കൊതി തീരാത്ത മക്കൾ എന്നും പറഞ്ഞ് ചെറുപ്പക്കാരനായ ഒരു അപ്പം മരിച്ചിട്ട് അതിന്റെ താഴെ. അപ്പൊ ഞാനിങ്ങനെ ആരും കാണാതെ, പിള്ളേരൊന്നും കാണാതിരുന്ന് ഞാൻ അങ്ങ് കരയും. ഇങ്ങനെ എല്ലാവരും. അപ്പൊ ഞാൻ നിത്യതയെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ കൂടുതൽ വേദപുസ്തകം വായിക്കും, കൂടുതൽ ദൈവത്തോട് അടുക്കും. കാരണം നമ്മുടെ ജീവിതം ക്ഷണികമാണല്ലോ, ഇത് ഇത്ര കൊണ്ട് തീരുമല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ വാഗ്ദാനത്ത് പോവും, പ്രാർത്ഥനയെ പങ്കെടുക്കും, ബൈബിൾ വായിച്ചു കൊടുക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അന്ന് നല്ല ഉത്സാഹമായിരുന്നു. അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞു. അപ്പം എന്റെ കോതമംഗലത്ത് എന്റെ മാവിയുണ്ട്, എന്റെ പിതാവിന്റെ പെങ്ങളുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, എടി അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്നു, നീ വരുന്നോന്ന് ചോദിച്ചു. എന്നെയും കൊണ്ട് നേരെ പോകുന്നത് കോതമംഗലത്ത് YMCA ഹോളാണോ ഏതോ ഒരു ഹോളില് ഒരു മീറ്റിംഗ് നടക്കുക. അന്ന് ഇന്നത്തെ AGയുടെ സൂപ്രണ്ട് TJ സാറാണ് പ്രസംഗിക്കുന്നത്, സ്നാനത്തെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. ചെന്ന് പ്രാർത്ഥനയുടെ അവസാനം സാർ ഇങ്ങനെ പറഞ്ഞു, സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വരാൻ. ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. ഞാൻ മുന്നോട്ട് പോയി. അന്നൊക്കെ ഭയങ്കര നാണം, ഒരാൾക്കൂട്ടത്തിൽ ഒന്ന് എഴുന്നേറ്റ് പോകാനൊക്കെ 18 വയസ്സേ ഉള്ളൂ, ഭയങ്കര മടിയാ. പക്ഷെ ഞാൻ അപ്പുറം ഇപ്പുറം ഒന്നും നോക്കാതെ മുന്നോട്ട് പോയി. സാർ എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു വിട്ടു. പക്ഷെ ആ സാറ് TJ സാമുവൽ അന്ന് കടന്നത് എന്റെ മാവിയുടെ വീട്ടിലാണ്, ഞാനും ആ വീട്ടിലുണ്ട്. അപ്പൊ എനിക്ക് ചിന്തിച്ചു, എനിക്ക് നാളെ സ്നാനപ്പെടണം. ഞാൻ മാവിയോട് പറഞ്ഞു, കുട്ടിമാമേ എനിക്ക് മാവിയുടെ മോനോട് ആദ്യം പറഞ്ഞു, മോൻസി എനിക്ക് സ്നാനപ്പെടണം.
മോൻസി മമ്മിയോട് പറഞ്ഞു, ലിസി പറയുന്നത് കേട്ടോ സ്നാനപ്പെടണം. അപ്പൊ മാവി പറഞ്ഞു, എന്റെ പൊന്നുമോളെ, നിന്നെ സ്നാനപ്പെടുത്തിയാൽ നിന്റെ അപ്പൻ എന്നെയും കൊല്ലും, ഞങ്ങളുടെ സഭയും പൊളിക്കും, നീ ഇപ്പൊ സ്നാനപ്പെടുവൊന്നും വേണ്ട. ഒന്നാമത് വീട്ടിൽ മൂത്തതാ, കെട്ടിച്ചു വിടത്തില്ല, ഇറക്കി വിട്ടെന്നിരിക്കും. ഞാൻ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് സ്നാനപ്പെടണം, എന്നെ നിങ്ങൾ സ്നാനപ്പെടുത്തി വിട പ്ലീസ്, എന്നെ സ്നാനപ്പെടുത്തുന്ന ഞാൻ ഇങ്ങനെ കരയുക. അന്നേരം ടി ജെ സാറ് കടന്നു, ടി ജെ ശമുൽ സാറ് കിടന്നു. സാറിനെ വിളിച്ചു, സാറെ ഈ കൊച്ചിങ്ങനെ പറയുന്ന കേട്ടപ്പം സാറ് പറഞ്ഞു, ഇത്രയും നിർബന്ധിക്കുന്ന കൊച്ചിനെ സ്നാനപ്പെടുത്താതെ എങ്ങനെയാ ഇരിക്കുന്നേ, നമുക്ക് സ്നാനപ്പെടും. അപ്പൊ എന്നോട് പറഞ്ഞു, മോളെ ഇങ്ങനെ പല പല പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞു, എന്തുണ്ടായാലും ഞാൻ സഹിച്ചോളാം, നിങ്ങൾ എന്നെ സ്നാനപ്പെടുത്ത. സാറ് രാവിലെ 5 മണിക്ക് എണീറ്റ് ഒരു ചെറിയ ക്ലാസ് എനിക്ക് തന്ന് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്ത കടവിൽ കൊണ്ടുപോയി എന്നെ സ്നാനപ്പെടുത്തി. അപ്പൊ എന്റെ കാതയിലുണ്ട്, കഴുത്തേലുണ്ട്, കയ്യേലുണ്ട്. ഇതൊന്നും ഊരാതൊന്നും സ്നാനപ്പെടുത്തത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനതെല്ലാം ഊരി ബാഗ് വെച്ചു, സ്നാനപ്പെട്ട് വീട്ടിൽ വന്നു. അന്ന് ആ കൺവെൻഷന് ഇന്ന് നിത്യത വിശ്രമിക്കുന്ന PD ജോൺസൺ സാറുണ്ട്, ജോൺസൺ സാറിന്റെ മോനുണ്ട്, ഡാനിയുണ്ട്, സാറിന്റെ വൈഫുണ്ട്. ഈ സ്നാനം കഴിഞ്ഞിട്ട് അവരുടെ ഒരു സ്വരാജ് മസ്തയിൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് കോട്ടയത്ത് നെഹ്റു സ്റ്റേഡിയത്തിന്റെ അവിടെ, കാരണം വാത്താനത്തോട്ട് പോകാൻ വേണ്ടി അവിടെ വിട്ടു. അവരങ്ങ് പോയി. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നു, കോട്ടയത്ത് ചെന്നു, വാത്താനത്ത് ചെന്നു. അവർക്കൊക്കെ ഭയങ്കര അതിശയം, ഇവളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ. അത് കഴിഞ്ഞ് കണ്ണൂര് ചെല്ലുകയാണ്. കണ്ണൂര് ചെന്നപ്പോ തൊട്ട് പ്രശ്നമായി, കാരണം ഇതെല്ലാം ഊരിയല്ലേ ചെല്ലുന്നേ. ഭയങ്കര ബഹളമായി പിതാവ്. എല്ലാവരും അച്ഛനങ്ങ് എല്ലാവരുടെയും മുന്നിലിട്ട് നമ്മളെ അങ്ങ് ഒത്തിരി അതും ഇതും അങ്ങ് പറയും. ഇങ്ങനത്തെ ഒരെണ്ണം എനിക്ക് ജനിച്ചല്ലോ, ഇത് ഏത് നേരത്താ ജനിച്ചത്, ഇങ്ങനെയൊക്കെ അങ്ങ് പറയും. അപ്പൊ അങ്ങ് ഭയങ്കര കുറച്ച് ആഴ്ചകൾ ഞാൻ പിടിച്ചു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം ഇടിയിപ്പിച്ചു, കുറച്ചാഴ്ചകൾ എല്ലാം ഇടിയിപ്പിച്ചു. നീ ഇന്ന് പള്ളി വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ കെട്ടിഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി, കാരണം ഒന്നാമത് എതിർത്ത് പറയാനും ഒന്നും, പിന്നെ അതുപോലെ ആരും ഒരു ദേവദാസന്മാരുമായിട്ട് കണ്ണൂരല്ലേ, ദൈവമക്കളുമായിട്ടൊന്നും എനിക്കൊരു ബന്ധവുമില്ല. ആരായിരുന്നു ഫോൺ വിളിക്കണേ, അന്നത്തെ കാലത്ത് ട്രങ്കോട് ബുക്ക് ചെയ്ത് വേണം വിളിക്കാനായിട്ട്, എക്സ്ചേഞ്ച് വിളിച്ചു പറഞ്ഞ് അങ്ങനെയാ വിളിക്കേണ്ടത്. ഞാൻ രാത്രി കിടന്ന് ഇങ്ങനെ കരഞ്ഞ് തലവണ നനയ്ക്കും, അങ്ങനെ കിടന്ന് കരയും. അത് കഴിഞ്ഞ് ഇതെല്ലാം ഇട്ട് പള്ളിയിൽ പോയി. പള്ളിയിൽ ചെല്ലുമ്പോ എനിക്ക് അത്രയ്ക്കേ അറിവുള്ളൂ, നമുക്ക് വചനപ്രകാരം അംഗീകരിക്കാൻ പറ്റാത്ത കാര്യത്തിലൊന്നും ഞാൻ അതായത് ഇങ്ങനെ ധൂപക്കുറ്റിയൊക്കെ വീശി അച്ഛൻ വരുമ്പോ ഈ കുരിശു വരയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എനിക്ക് അത്രയ്ക്കേ അറിയത്തുള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ എന്നാലാവുന്നോളം എന്റെ ആ കൊച്ചു ബുദ്ധിയിൽ അത്ര അറിയാവുന്ന പോലൊക്കെ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ കുറച്ചു നാൾ നിന്ന് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടി. ഡിഗ്രി പകുതി ആയപ്പോഴത്തേക്ക് TTCക്ക് അഡ്മിഷൻ കിട്ടി. മാരാമണ്ണ് ഞങ്ങൾ കുറച്ച് പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ച് വീടെടുത്ത് താമസിച്ചു. ആദ്യത്തെ വർഷം. രണ്ടാമത്തെ വർഷം ആയപ്പോഴത്തേക്ക് എനിക്കൊരു ടൈഫോയിഡ് വന്നു. ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു, ഇവിടുത്തെ ഫുഡിന്റെയും ഒക്കെ പ്രശ്നമാണ്, എവിടെയെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ കൂടെയോ എല്ലാം നിൽക്കുവാണെങ്കിൽ നല്ല നല്ല ഫുഡൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞു. 6ന്റെ അക്കരെ എടയാറുമുളയിൽ അമ്മയുടെ അനിയത്തിയുണ്ട്. ഞാൻ പറഞ്ഞു, അമ്മയുടെ അനിയത്തിയുടെ അടുത്ത് പൊക്കോളാന്നും പറഞ്ഞ് വള്ളത്തേലെ സ്കൂളിൽ നിന്ന് വള്ളം കയറി അക്കരെ കടന്ന് എടയാറുമുള പോവും. അങ്ങനെ പോകുമ്പം ആദ്യത്തെ ആഴ്ച തന്നെ പുത്തങ്കാവ് IPC ചെന്ന് ഇതെല്ലാം ഊരി കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ദൈവത്തെ സേവിക്കാൻ എനിക്കിഷ്ടം, പക്ഷെ എന്റെ അപ്പനെ എനിക്ക് പേടിയാ, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വർഷം അങ്ങനെ ഞാൻ ശരിയായ ബന്ധുക്കോസുകാരത്തിയായി നല്ല സന്തോഷത്തോടെ അവിടെ നിന്നു. അവിടെ നല്ല ഒരു ആത്മീക അനുഭവമായിരുന്നു. അവിടെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് ഉദ്ഭവിച്ചാന്, അമ്മയുടെ അനിയത്തി മക്കളും ഒക്കെ ഉണ്ട്. എല്ലാ ആഴ്ചയും ആരാധനയ്ക്ക് പോകും, കുടുംബ പ്രാർത്ഥനയുണ്ട്. ഭയങ്കര സന്തോഷം. നാളെ ക്ലാസ് കഴിയുവാണെങ്കിൽ ഇന്ന് എൻ്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നിനക്ക് ഞാനൊരു കല്യാണം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, നീ എന്നെ നാണം കെടുത്തരുത്, ഇതെല്ലാം ഇട്ടിട്ട് നീ വന്നേക്കണം. ഞാൻ പറഞ്ഞു, അവര് വരുവാണെങ്കിൽ ഞാൻ ഇട്ടോളാം, കോന്നിയിൽ ഇടാണ്ടോന്നൊരു ആലോചനയാ. അപ്പൊ എന്റെ വിചാരം എന്നാ, കോന്നിന്ന് കണ്ണൂര് വരെ വന്ന്, കണ്ണൂരിന്ന് പയ്യന്നൂര് 20 കിലോമീറ്റർ ഉണ്ട് പെരിങ്ങോത്തുനിന്ന് 2 കിലോമീറ്റർ 4 വീൽ ജീപ്പയിൽ ഇറങ്ങിയാലേ വീട്ടിലെത്തത്തുള്ളൂ. വരത്തൊന്നും ഇല്ലായിരിക്കും എന്നും പറഞ്ഞ് ഞാനങ്ങ് പോയി, ഇട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് അവര് പറഞ്ഞ ദിവസം അവര് വരുന്നു. അടുക്കള സ്റ്റോറിൽ നിന്നാൽ ഇങ്ങനെ മേളീന്ന് ജീപ്പ് വരുന്ന കേൾക്കാം. ജീപ്പ് വരുന്ന സൗണ്ട് കേട്ടപ്പോ എന്നോട് പറഞ്ഞു, വേഗം എടുത്തിടാൻ പറഞ്ഞു. എല്ലാം എടുത്തിട്ട് അവരുടെ മുന്നിൽ നിന്നു. അവരെല്ലാവരോടൊന്നും ഞാൻ പറയുന്നില്ല.
അവര് പറഞ്ഞ ഒരു കാര്യ, ലിസി ഇങ്ങനെ ആത്മീയമായിട്ടൊക്കെ ഭയങ്കര ഉത്സാഹമാണ് ഞങ്ങൾക്ക് അറിഞ്ഞ, അതാ ഞങ്ങളുടെ താല്പര്യം എന്നവര് പറഞ്ഞൊരു കാര്യം. അവരങ്ങ് പോയി. ഞാൻ വേണ്ടാന്നോ വേണമെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ എന്റെ പിതാവും അമ്മാച്ചനും ഒക്കെ അവിടെ ചെന്നപ്പം എന്തോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അത് അങ്ങനെ ആ കല്യാണം അങ്ങ് മാറിപ്പോയി. അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്ക് വേണോ? ഞാൻ പറഞ്ഞു എനിക്കെന്തിനാ, ചാന് വേണ്ടല്ലോ. ഇനി അങ്ങനെ അങ്ങ് കുറച്ച് നാള് പോയി. മുന്നോട്ട് പോയപ്പോ വാത്താനത്തെ അപ്പാപ്പനൊക്കെ പറഞ്ഞു അവളെ ഇങ്ങോട്ട് വിടും, അവൾ ഇവിടെ നിൽക്കട്ടെ. അങ്ങനെ അവിടെ നിന്ന് കല്യാണാലോചനയൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ ആരാധനയ്ക്ക് പോകാൻ, അതുവരെ വീട്ടിലെ കണ്ണൂർ എനിക്ക് ആരാധനയ്ക്ക് പോകാനൊന്നും ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു, എവിടെയും പോകാറും ഇല്ലായിരുന്നു. വാത്താനത്ത് വീട്ടിൽ വന്നപ്പോഴാണ് പിന്നെയും പ്രാർത്ഥനയ്ക്കൊക്കെ പോകാനും ഒക്കെ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കല്യാണാലോചനയൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. ഒരു പെന്തിക്കോസിൽ തന്നെ ഒരു ആലോചനയൊക്കെ വന്നു. പക്ഷെ അവരെന്തോ ഡവറ് ചോദിച്ചതുമ്പോ എന്റെ പിതാവിന് നേരിട്ട് അങ്ങോട്ട് ചോദിച്ചു, ഇതെന്നാ കളിയ, ബന്ധുക്കോസുകാർ ഇങ്ങനെയാണോ? അങ്ങ് ഇന്നും അങ്ങ് ബഹള. അതെല്ലാം ഉറപ്പിച്ചു. പക്ഷെ അങ്ങനെ ഇരുന്നപ്പം എന്റെ അപ്പാപ്പനൊക്കെ ആലോചിക്കുന്നു, അപ്പാപ്പനും ഒരു വിഷമം, ഇങ്ങനെ ഒരു വീട്ടിലോട്ട് എങ്ങനെ ഇവളെ പറഞ്ഞു വിടുന്നത്. അപ്പാപ്പനും അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ ഭർത്താവ് ആ കല്യാണാലോചന വരുന്നത്. പുള്ളി ഒരു ജ്ഞാനായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാ. അപ്പം ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, നമുക്കൊന്ന് ആലോചിച്ചാൽ. അവരുടെ ഡ്രൈവർ വിശ്വാസിയാ എന്നും പറഞ്ഞ് ഈ അപ്പാപ്പനും ഡ്രൈവറും കൂടെ കൊച്ചച്ഛൻ അന്ന് തിരുവല്ല ഓതറയാണ് വീട്. തിരുവല്ല ഓതറ. ഒരു പക്ഷെ കോട്ടയത്ത് അപ്പയ്ക്ക് ജോലി, കോട്ടയം LICയില്. അപ്പയും അമ്മയും ഒക്കെ കോട്ടയത്തുണ്ട്. പുള്ളി തന്നെ തിരുവല്ലയിലിരുന്ന് വേദോസ്തവായനയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് പുള്ളി അവിടെ ഇരിക്കുക. അപ്പൊ അവിടെ ചെന്ന് ഡ്രൈവറും ഈ അപ്പാപ്പനൂടെ ചെന്ന് പറഞ്ഞു, മോനെ ഇങ്ങനെ ഒരു പെങ്കൊച്ച് ഒറ്റയ്ക്ക് വിശ്വാസി വന്നൊരു കൊച്ചുണ്ട്, നമുക്ക് ആലോചിച്ചാലോ? ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പം ദൈവാത്മാവ് കൊടുത്തത്, ഇസഹാക്ക് തെക്കേ ദേശത്ത് പാർക്കുന്നു, റിബേക്കായ എലയാസ് ഇങ്ങോട്ട് കൊണ്ടുവരുക. അത് കഷ്ടാനുഭവാഴ്ചയാ. ഇവര് ജ്ഞാനായക്കാരാണ്. ഇദ്ദേഹം ഒറ്റയ്ക്കേ വിശ്വാസത്തിലുള്ളൂ. കണ്ണൂര് വന്ന് എന്നെ കാണാനൊന്നും ആ കഷ്ടാനുഭവാഴ്ച അവർക്ക് നോയമ്പൊക്കെ ഭയങ്കര പ്രധാനമല്ലേ, അവര് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് പുള്ളി പറഞ്ഞു, ഈ വാക്യം കിട്ടി. ആ ഞായറാഴ്ച ആരാധനയ്ക്ക് ചെന്നപ്പം പാസ്റ്റർ എടുത്ത്, കോട്ടയം ചർച്ചോടിലാ പോകുന്നത്, പാസ്റ്റർ എടുത്ത് ചെന്ന് കയറുന്നത് പാസ് ശുശ്രൂഷിക്കുന്ന ഇതേ വാക്യം, ഇസഹാക്ക് തെക്കേ ദേശത്ത് പാർക്കുന്നു, റിബേക്കായെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, എലയാസ് കൊണ്ടുവരുന്നു. അപ്പൊ ഏത് കാര്യവും രണ്ടുപേരുടെ വാമൊഴിയെ ഉറപ്പാന്ന് പുള്ളി അങ്ങ് ഉറപ്പിച്ചു. പുള്ളി പറഞ്ഞു, ആ ഡ്രൈവറോട് പറഞ്ഞു, ഡ്രൈവർ നല്ല, ഞങ്ങൾ ജോണിച്ചാനെ വിളിക്കുന്നത്, ഞങ്ങൾക്ക് ഒത്തിരി ആത്മീയ സപ്പോർട്ട് തന്നൊരു വ്യക്തി ഇന്ന് നിത്യതയെ വിശ്രമിക്കുന്നു, ജോണിച്ചാനോട് പറഞ്ഞ പെങ്കൊച്ചിനെയും കൊണ്ടുവരാൻ പറയാം. വാത്താനത്ത് എന്നെ കൊണ്ടുവന്നു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാ വിശ്വാസത്തില്, ഇന്ന കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്, പക്ഷെ 1 സെന്റ് ഭൂമി പോലും കിട്ടിയില്ലെന്നിരിക്കും, എന്ത് സഹിക്കാൻ റെഡിയാണെങ്കിൽ സമ്മതമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞ് സമ്മതിച്ചു. അന്നേരം ഈ വശത്ത് ഒരു വിഷയമുണ്ട്. പുള്ളി വിശ്വാസി വന്ന്, ഞാനിവിടെ വിശ്വാസത്തിൽ വളർന്നു വരുമ്പോ അദ്ദേഹം അവിടെ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് മൈസൂർ ഡിഗ്രിക്ക് പഠിച്ചത്. അദ്ദേഹത്തിന്റെ വീട്ടില് ആരും അങ്ങനെ പള്ളിയിൽ പോവോ അങ്ങനത്തെ യാതൊരു, നമുക്ക് ഭർത്താവ് പള്ളി വല്ലപ്പോഴും പോവും, അച്ഛൻ വീട്ടിൽ വരും, വീട്ടു പ്രാർത്ഥന വെക്കും, ഇതൊക്കെയുണ്ട്. ഇത് ഒന്നുമില്ല, സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു പള്ളി ഭക്തി പുള്ളിക്കുണ്ടായിരുന്നു. എല്ലാ നോയമ്പും നോക്കും, ആഴ്ചയിൽ 4 പ്രാവശ്യം പള്ളിയിൽ പോവും. കോട്ടയത്ത് ഒരു കുരിശുപള്ളി, അങ്ങനെ പല പള്ളിയിൽ പോവും, പരുമലപ്പള്ളി, മലയാറ്റൂര് എല്ലാം പോവും. പക്ഷെ ഈ നോയമ്പൊക്കെ എടുത്തിട്ട് വീടുന്നത് ബാറിൽ പോയി ആണ് വീടുന്നത്, മദ്യം കുടിച്ചാണ് വീടുന്നത്. അന്നേരം പുള്ളിക്ക് തന്നെ ഇതിലൊരു നല്ല ചെറുപ്രായം മുതൽ നല്ല പോലെ മദ്യപിക്കും. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്, നന്നായിട്ട് മദ്യപിക്കും. കാരണം അവിടെ അപ്പയും എല്ലാരും ഒരുമിച്ച് മദ്യപിക്കും. അവർക്കതൊരു പ്രശ്നമല്ല, അവർക്കതൊരു തെറ്റാന്നൊരു ചിന്തയില്ല. അങ്ങനെ ഒരു ആളായിരുന്നു. അപ്പം താന് അങ്ങനെ ഇരുന്ന സമയത്താണ് താൻ ഈ പള്ളി മുഴുവൻ കയറി ഇറങ്ങും, പരുമല പോകും, എന്നിട്ട് വന്ന് ചെങ്ങന്നൂർ ബാറിൽ വന്നാണ് ഭക്ഷണം കഴിച്ച് കള്ളു കുടിച്ചാണ് അത് തീരുന്നത്. അങ്ങനെ ആയിരുന്നപ്പം ഒരു പ്രാവശ്യം ഈ ജോണിച്ചാൻ, അതായത് ഈ ഡ്രൈവർ, അന്നത്തെ കാലത്ത് ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ അന്നേ പ്രവചിച്ചൊരു ദേവദാസനാണ് വാര്യാപുരം യോനാച്ചാൻ. അപ്പം ഇവരുടെ അമ്മാച്ചന് നല്ലൊരു റബ്ബർ ബിസിനസ് ആണ് കോട്ടയത്ത്. അപ്പൊ എന്നും വണ്ടി എറണാകുളം പോകുമ്പോ ഈ ഡ്രൈവ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റില് ജോണിച്ചാന്റെ കൂടെ പോകുമ്പോ
ഇതെല്ലാം കാസറ്റ് ഇട്ട് കേൾപ്പിക്കും. ഈ വാര്യാപുരം യോനാച്ചായന്റെ ദൂതെല്ലാം കാസറ്റ് ഇട്ട് ഇങ്ങനെ കേൾപ്പിക്കും. മോനെ ഇന്ന ഇന്ന സംഭവങ്ങൾ നടക്കുന്നത്, ഇന്നത്തെ പല കാര്യങ്ങളും അന്ന് പ്രവചിച്ചതാ. അപ്പം അങ്ങനെ ഇദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അപ്പൊ താന് ഒരു ജോലി അന്വേഷിച്ച്, ഡിഗ്രി കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് ബോംബെക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോ ജോണിച്ചാനോട് പറഞ്ഞു, ജോണി എന്നാണ് വിളിക്കുന്നത്, ജോണി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങളുടെ കൂടെ ചർച്ച വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ, അയ്യോ മോൻ വരണ്ട, മോൻ വന്നാൽ എന്റെ ജോലി പോകും, ആരാധന കഴിഞ്ഞ് ഞങ്ങൾ ഒരിടത്ത് കൂടുന്നുണ്ട്, അവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ മോനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് അറിയാവോ, ഒരു നിത്യത വിശ്രമിക്കുന്ന ഒരു പണിക്കസാർ, ചാക്കോ പണിക്കെന്ന് പറയും, വാഴൂരുള്ള പണിക്കസാറും കുറച്ചുപേര് ഇവര് ആരാധന കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. അവിടെ കൊണ്ടുചെന്ന ഉടനെ സാറ് ചോദിച്ചു, മോൻ രക്ഷിക്കപ്പെട്ടതാണ്? പറഞ്ഞു, ഞാൻ മാമോദീസ സ്വീകരിച്ചതാ, ഞാൻ യാക്കോബക്കാരനല്ലേ, ഈ രക്ഷിക്കപ്പെട്ടെന്നുള്ള വാക്കൊന്നും അറിയത്തില്ല, ഞാൻ മാമോദീസ സ്വീകരിച്ചതാ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാൻ റെഡിയാണോ? ഞാൻ ക്രിസ്ത്യാനിയല്ലേ, യേശുവിനെ സ്വീകരിക്കുന്നതിന് എന്നാ കുഴപ്പം എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാൻ ഒന്ന് ഏറ്റു പറയാമെന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, എനിക്ക് ഈ ചൊല്ലാനേ അറിയത്തുള്ളൂ, ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു. സാറ് ചൊല്ലിക്കൊടുത്തത് താന് ചൊല്ലി രക്ഷിക്കപ്പെട്ടു. അന്നേരം പുള്ളി അടുത്ത ദിവസം ബോംബെക്ക് പോയി. എവിടെ പോകുമ്പോഴും പുള്ളി ഒരു ബൈബിളും കൊണ്ട് പോകും, ആ ഒരു ശീലമുണ്ട്. അപ്പം പുള്ളി ബോംബെ ചെന്നു, ആരും മറ്റൊന്നും പറഞ്ഞിട്ടില്ല, അവിടെ ചെന്നു ജോലിയൊക്കെ അന്വേഷിച്ച് പകല് നടക്കും, വൈകിട്ട് അവിടെ കസിൻസിന്റെ വീടുണ്ട്, വൈകുന്നേരം ആകുമ്പോ അവരുടെയൊക്കെ വീട്ടുകാരെല്ലാം ഫാമിലി എല്ലാം നാട്ടിലേക്ക് പോയേക്കുക, ആണുങ്ങൾ മാത്രമല്ല, ഇവരെല്ലാം കൂടി കൂടുമ്പോ എന്നെ മദ്യപിച്ചു. അന്ന് മദ്യപിച്ചു, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് മദ്യപിച്ചു. അടുത്ത ദിവസമായപ്പോ ഒരിക്കലും ഇല്ലാത്തൊരു പ്രയാസം പുള്ളിയുടെ മനസ്സിൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായെന്ന് പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ പുള്ളി സാധാരണ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, ഇങ്ങനെ ബൈബിൾ എടുത്ത് ഒറ്റ തുറക്കല്. അന്ന് കറക്റ്റ് തുറന്നതേ കിട്ടിയത് 1 കൊരിന്ത്യർ 6:10, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അന്ന് കള്ളുകൂടി നിർത്തി തിരിച്ച് നാട്ടിൽ വന്നു. പിന്നെ ഈ ജോലിയൊന്നും കിട്ടിയില്ല. ഈ ജോണിച്ചാന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് ജോണിച്ചാൻ വിളിച്ചു, ഭാര്യവരെ യോനാച്ചാന്റെ അവിടെ കൊണ്ടുപോയി. യോനാച്ചാന്റെ അവിടെ കൊണ്ടു ചെന്നിരുന്നത് കൊച്ചാച്ചന് വേണ്ടി, ഞാൻ കൊച്ചുമോൻ എന്നാണ്, എബ്രാം ജോസ് കൊച്ചുമോൻ എന്നാണ് ഞാൻ കൊച്ചാച്ചൻ എന്നാ വിളിക്കുന്നത്. കൊച്ചാച്ചന് വേണ്ടി മാത്രം 2 മണിക്കൂർ വചനം ശുശ്രൂഷിച്ചിട്ടാണ് ദൂത് പറയുന്നത്. മാത്രമല്ല, ഇവർ രണ്ടുപേരും, ജോണിച്ചാനും കൊച്ചാച്ചനും വലിയൊരു യോനാച്ചാനും മാത്രമേ ഉള്ളൂ. അന്നേരം തന്റെ ജീവിതത്തിൽ ആരും അറിയാത്ത കാര്യങ്ങൾ, ചെറുപ്രായം മുതലുള്ളത് മുഴുവൻ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു. അന്നേരം പുള്ളിക്ക് മനസ്സിലായി ഇവരുടെ ഇടയില് ദൈവം ഉണ്ടെന്ന്. അങ്ങനെ പുള്ളിയുടെ ഉള്ളിലും വിശ്വാസം വളർന്നു വരാൻ തുടങ്ങി, പ്രാർത്ഥനയ്ക്ക് പതുക്കെ പോകാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് പച്ചാനോട് പറഞ്ഞു, സ്നാനപ്പെടണം. പച്ചാൻ പറഞ്ഞു, മോൻ കുറച്ചൊക്കെ വചനം പഠിച്ചിട്ട് മതി. അന്ന് അച്ഛൻ ഒരു ദൂത് പറഞ്ഞായിരുന്നു, നിന്റെ ദേശത്ത് തന്നെ സ്നാനത്തിന് ഇറക്കുമെന്ന്. അന്ന് കോട്ടയത്ത് നടക്കേണ്ട ചർച്ചുകളുടെ കൺവെൻഷൻ നടന്നത് വള്ളംകുളത്താണ്, തിരുവല്ലായില്ല. സ്നാനം നടക്കുന്നത് വള്ളംകുളത്ത്. അത് കഴിഞ്ഞ് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ വള്ളംകുളം കടവിൽ സ്നാനപ്പെട്ടു. വീട്ടിൽ വന്നു കയറുന്നതിന് മുമ്പേ അവിടെ അറിഞ്ഞ വിഷയം. ഞങ്ങൾ 2 പേരും ഈ വിശ്വാസം വരുന്നതിന് മുമ്പ് ഒരു ബുദ്ധിമുട്ടുകളും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ബോർഡിങ്ങിൽ പഠിക്കുന്നു, അദ്ദേഹം അതുപോലെ വീട്ടിൽ നല്ല ചുറ്റുപാടുണ്ട്. വീട്ടിൽ വന്നതേ പ്രശ്നമായി. കള്ള് കുടിച്ച് താമസിച്ചു വന്നാൽ ഒരു പ്രശ്നവും. പ്രാർത്ഥനയ്ക്ക് പോയി ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമായി. അങ്ങനെ താന് ഒറ്റയ്ക്ക് അവിടെ ഓർഡർ നിൽക്കുമ്പോഴാണ് എന്റെ വിവാഹാലോചനയായിട്ട് ചെല്ലുന്നത്. അപ്പം ഇവര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതായാലും നീ ബന്ദിക്കോസിൽ പോയി, എന്നാ പിന്നെ നീ ഒരു ജ്ഞാനായ ബന്ദിക്കോസുകാരിക്ക് കെട്ടാൻ. പുള്ളി പറഞ്ഞു, ക്രിസ്തുവിൽ എല്ലാരും ഒന്നാ, സ്ത്രീ എന്നോ പുരുഷനോ യഹൂദനോ യവനൊന്നോ ഇല്ല, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് ഏതാണോ അത് ഞാൻ കഴിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ കെട്ടത്തില്ലെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ഈ ആലോചനയായിട്ട് ചെല്ലുന്നതും എന്നെ വന്ന് കാണുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ തമ്മിൽ കണ്ടു, കല്യാണം എല്ലാം ഫിക്സ് ചെയ്തു. അപ്പൊ ഇവര് എൻഗേജ്മെന്റ് കണ്ണൂര് വെച്ച് എന്റെ വീട്ടിൽ വെച്ച് നടത്തുക. എന്റെ വീട്ടിലും വിശ്വാസത്തിലെ മർത്തോമായിലാണ്. അപ്പം ഞാനിങ്ങനെ വന്നതിന്റെ മുഷിച്ചിലൊക്കെ പിതാവിനുണ്ട്. ഇവരെല്ലാം കൂടെ കണ്ണൂര് വരികയാണ്. കണ്ണൂര് വന്നു കഴിഞ്ഞു. ഇവരവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞു, എന്റെ പിതാവ് വിചാരിച്ചു എൻഗേജ്മെന്റ് കഴിഞ്ഞതോടെ നമ്മുടെ എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞു. അപ്പം ഇവര് പറഞ്ഞു, ഞങ്ങൾക്ക് ബന്ദിക്കോസുകാരെ അറിയത്തില്ല,
ബന്ധുക്കോസിലെ പാസ്റ്റർമാരെ അറിയത്തില്ല, ഞങ്ങൾക്ക് കല്യാണം ഒന്നും ഞങ്ങൾ നടത്തത്തില്ല, നിങ്ങൾ വേണം നടത്തിക്കോണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ പ്രയാസം. ഞങ്ങൾ തമ്മിൽ കണ്ണി നോക്കിയിരിക്കുകയല്ലാതെ ഞങ്ങൾക്കൊന്നും. അപ്പൊ എന്റെ അപ്പന്റെ ചേട്ടൻ കൊച്ചിയിലുണ്ടായിരുന്ന, എന്നെ ചെറിയാന്ന് പറയും, അപ്പൊ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഈ നല്ലൊരു ഫംഗ്ഷൻ ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ട്, ഞാൻ നടത്തിക്കോളാം എന്നും പറഞ്ഞ് മെയ് 9 1992 മെയ് 9 ചങ്ങനാശ്ശേരി ഡോക്ടേഴ്സ് ടവറിൽ വെച്ച് ഒരു 4 മണിക്ക് ഒരു കല്യാണം അങ്ങനെ നടത്തി. നമ്മുടെ ചാക്കോ സാറാണ്, ഇന്ന് നിത്യത വിശ്രമിക്കുന്ന ചാക്കോ സാറായിരുന്നു കല്യാണം നടത്തിയത്. വാത്താൻ ഏജിയുടെ അവനത്തിൽ കല്യാണം നടന്നു. കല്യാണമൊക്കെ നടന്ന് അന്നൊന്നും പ്രത്യേകിച്ച് പരിപാടി ജോലിയൊന്നുമില്ല. കാരണം പുള്ളി വിശ്വാസി വന്നിട്ട് ദൈവം സംസാരിച്ച് ദൈവം നിയോഗപ്രകാരം മാത്രമേ ചുവടുകൾ വെക്കുള്ളൂ. അപ്പ LIC-യിലായതുകൊണ്ട് LIC കയറണം എന്നായിരുന്നു അപ്പയുടെ ആഗ്രഹം. പുള്ളിയോട് ദൈവാത്മാവ് അതല്ല എന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ട് ആ ജോലിക്ക് കയറത്തില്ല. അങ്ങനെ ഞങ്ങള് അവിടെ താമസിക്കുകയാണ്. ഓതറെ താമസിച്ചു. ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയ ബ്ലീഡിങ്ങും ബുദ്ധിമുട്ടും ഒക്കെ ആയി ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് കാണിച്ചപ്പോൾ അവരാദ്യം പറഞ്ഞു 2 പ്രഗ്നൻസിയാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഞാൻ ചെങ്ങന്നൂർ മാമൻ മെമ്മോറിയൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു സിസ്റ്റ് വളർന്നു വരുന്നുണ്ട്, ബെഡ് റെസ്റ്റ് എടുത്താൽ മതി. ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്ന് അവിടെ കിടക്കുമ്പോൾ രാത്രിയാകുമ്പോൾ ഭയങ്കര വേദനയാ, സഹിക്കാൻ മേലാത്ത വേദന. അപ്പം അപ്പയുണ്ട്, അവരാരും കേൾക്കാതിരിക്കാൻ ഞങ്ങള് വൊമിറ്റ് ചെയ്യാൻ ബക്കറ്റും ചൂടുവെള്ളം ഒക്കെ എടുത്ത് റൂമിൽ കിടന്നു. അപ്പൊ അമ്മ ഈ കരച്ചിലും ഒക്കെ കേട്ടിട്ട് അമ്മ ചോദിച്ചു, എന്നാടാ ഈ രാത്രി കരച്ചിലും വിളിച്ചിട്ടും? ലിസിക്ക് ഭയങ്കര വേദനയാന്ന് പറഞ്ഞു. എടാ, നീ വല്ലയിടത്തും കൊച്ചിനെ കൊല്ലാതെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ അപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ പരിചയമുള്ള ഡോക്ടർ കോട്ടയം മെഡിക്കൽ കോളേജുണ്ട്, അവിടെ വിളിച്ചു പറഞ്ഞ് ഈ ജോണിച്ചാൻ തന്നെ, ഡ്രൈവർ എന്ന് പറഞ്ഞ ജോണിച്ചാനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുചെന്ന് സ്കാൻ ചെയ്തപ്പോ ഞങ്ങളെ പരിചയമുള്ള ഇവര് അപ്പയൊക്കെ ലയൺസ് ക്ലബിലെയൊക്കെ മെമ്പേഴ്സ് ആണ്. അപ്പം പരിചയമുള്ള ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ വിളിച്ചിട്ട് ഇങ്ങനെ, വീട്ടിൽ എല്ലാരും ഇളയ മോനായിട്ട് കൊച്ചൂസ് എന്ന് വിളിക്കും. സാറ് വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചൂസ് ഇത് കണ്ടോ, ഇത് ഈ ബ്ലഡും പോയി വെള്ളവും പോയി, ഡ്രൈ ആയ ഒരു സ്പോട്ട് മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞുണ്ടായാൽ എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാവും, അല്ലെ മെന്റൽ റിട്ടാർഡ്, ആദ്യത്തെ അല്ലേ, അങ്ങ് കളഞ്ഞേക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞ് എന്നെ കോട്ടയം ലേബർ റൂമിൽ അഡ്മിറ്റ് ചെയ്തേക്കുക. ഞാൻ ലേബർ റൂമിൽ കിടക്കും. പക്ഷെ അന്ന് എനിക്ക് വേദനയൊന്നുമില്ല. അപ്പം അന്ന് താഴെ മെഡിക്കൽ കോളേജിലായതുകൊണ്ട് വണ്ടിയെ കിടന്നുകൊണ്ട് വേദോസ്തമൊക്കെ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ വേദോസ്തം വായിച്ചുകൊണ്ട് ദൈവാത്മാവ് ഈ ഒരു വാക്യം സംസാരിച്ചു. അതായത് യെശയ്യാ-പ്രവാചകന്റെ പുസ്തകത്തിൽ 44-ാം അധ്യായം 7-ന്റെ അവസാനവും 8-ന്റെ ആദ്യവും ഇങ്ങനെ ഒരു വാക്യം സംസാരിച്ചിട്ട് അത് ഇങ്ങനെ കൊടുത്തു വിട്ടിട്ട് എന്നോട് പറഞ്ഞു ഇതൊന്ന് വായിക്കാൻ. അതായത് സംഭവിക്കുന്നതും സംഭവിക്കുവാനുള്ളതും അവർ പ്രസ്താവിക്കട്ടെ, നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കുകയും വേണ്ട. പണ്ട് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ച് കേൾപ്പിച്ചിട്ടില്ലയോ, നിങ്ങൾ എന്റെ സാക്ഷികളാകും. ഈ വാക്ക് എന്റെ കൊടുത്തു വിട്ടു. ഞാൻ ഇങ്ങനെ ലേബർ റൂമിൽ ഇരുന്ന് വേദസ്തം വായിക്കുക. അപ്പം ഇത് പറയാൻ കാരണം, ഈ എപ്പോഴും ഞങ്ങൾ പറഞ്ഞല്ലോ, വാര്യാപരിയാനാച്ചാനാണെങ്കിലും പണിക്കസാറാണെങ്കിലും ഇവരെല്ലാം പ്രവാചകന്മാരാ. അപ്പം ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോടുള്ള വാക്തത്വം വരെ ഇവരിൽ കൂടെ കേട്ട് ഇതെല്ലാം ഞങ്ങളുടെ മനസ്സിൽ നിൽക്കുമല്ലേ. അനേക വാക്തത്വങ്ങൾ ഈ തലമുറയോടുള്ള ബന്ധത്തിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ വാക്യം തന്നു, പക്ഷെ സ്കാൻ ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് സ്ട്രെച്ചറെ കൊണ്ടുപോവാ. അപ്പം കൂടെ വന്നിരിക്കുന്നത് മുഴുവൻ അമ്മായി, അമ്മയുടെ അനിയത്തി, ഇവരൊന്നും ബിലീവേഴ്സ് അല്ല. അപ്പൊ ഇങ്ങനെ സ്ട്രെച്ചർ ഇങ്ങനെ പോകുമ്പം മുത്തച്ഛന്റെ മുഖം കണ്ടപ്പോ ഞാൻ ചോദിച്ചു, എന്നാ ചെയ്യുന്നേ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, കൊച്ചച്ഛന് ധൈര്യമുണ്ടോ? നിനക്ക് ധൈര്യം ഉണ്ടോ, എഴുന്നേറ്റ് വരാൻ. അപ്പം ജൂനിയർ ഡോക്ടർ ഫയലും പിടിച്ചോണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ സ്ട്രെച്ചറിൽ അങ്ങ് എഴുന്നേറ്റിരുന്നു. അയാൾ ചോദിച്ചു, താൻ അങ്ങോട്ട് പോവാടോ? ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഡിസ്ചാർജ് തരാമോ? താൻ പോയ 2 ആഴ്ചക്കുള്ളിൽ താൻ തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു, എന്നാ വന്നാലും ഇങ്ങോട്ട് വരികയല്ല ഡോക്ടർ, എനിക്ക് ഡിസ്ചാർജ് താ. അവര് ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്മെന്റ് എഴുതി തന്നു. ഞാൻ വേഗം സ്ട്രെച്ചറിന് ചാടി ഇറങ്ങി. ആ വണ്ടിയിൽ അവിടെ ഉള്ളവരെ എല്ലാരെയും കയറ്റി അവരെ കൊണ്ട് അവരവരുടെ സ്ഥലത്ത് ഇറക്കിയിട്ട് നേരെ വാഴത്താനത്ത് പോയി. അപ്പാപ്പന്റെ വീട്ടിൽ പോയി. അവിടെ പോയി കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കുക. പക്ഷെ സാഹചര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല. അതിവേദനയാ. രാത്രി ആകുമ്പോഴത്തേക്ക് വേദന സഹിക്കാൻ മേല. അന്നേരം കൊച്ചച്ഛൻ വേറെ കൈവച്ച് പ്രാർത്ഥിക്കും. പിന്നെ ഈ ദേവദാസന്മാര്, വാര്യവരവനാച്ചാൻ വരും, പണിക്ക് സാർ വരും, ഇവരൊക്കെ ഇരുന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു 6 മാസമായപ്പോ ഡെലിവറി ഒക്കെ ആകുമ്പോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോണ്ടേ, കോട്ടയം മെഡിക്കൽ സെന്ററിൽ കൊണ്ടുവന്ന് കാണിച്ചു. കാണിച്ചപ്പം അവര് പറഞ്ഞു, ഇനിയും ബേബിയെ കളയാനൊന്നും ഞങ്ങൾ പറയില്ല, പക്ഷെ സിസ്റ്റ് അതിനോടൊപ്പം വളർന്നു വരുന്നുണ്ട്, സർജറി ചെയ്ത് പെട്ടെന്ന് സിസ്റ്റ് എടുക്കണം. അന്നേരം ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്റെ വീട് പേരൻസ് കണ്ണൂരാ, ഞാൻ അവിടെ പോയി എടുത്തോളാം എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പോന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിലോട്ടൊന്നും പോയില്ല. 8-ാം മാസം കണ്ണൂര് പോകുന്നു. വേദനയുണ്ട്, എടുക്കേണ്ട ഇഞ്ചക്ഷനോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ കണ്ണൂര് ചെന്നു.
കണ്ണൂര് എന്ന് അവര് സ്കാൻ ചെയ്തപ്പോ സിസ്റ്റ് കാണുന്നില്ല. അത് കഴിഞ്ഞ് ടൈം ആയപ്പം ബ്രീച്ച് ആണെന്നും പറഞ്ഞ് സിസേറിയൻ ചെയ്തു. സിസേറിയൻ ചെയ്ത് കൊച്ചിനെ എടുക്കുമ്പോ ഇവര് പറയുന്ന എനിക്ക് കേൾക്കാൻ, കണ്ണൂരല്ലേ, നല്ല ബേബിയാ കേട്ടോ, ഗേളാ കേട്ടോ, ഇയാള് സിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. സിസ്റ്റും ഇല്ല, ഒന്നുമില്ല. കൊച്ചിനെ എടുത്ത് പൊക്കിയപ്പോണ്ട് കൊച്ചിന്റെ തലയുടെ പുറകില് ഈ സിസ്റ്റ് ഇങ്ങനെ നമ്മൾ ഈ പെടക്കോഴിയൊക്കെ കൊല്ലുമ്പോ മുട്ട പൊട്ടി കാണുന്ന പോലെ സിസ്റ്റ് പൊട്ടി കലങ്ങി കിടക്കുന്നു. ആ സിസ്റ്റ് എടുത്ത് ഇവരെ കാണിച്ചിട്ടാണ് കൊച്ചിനെ ഞങ്ങളുടെ കയ്യിലോട്ട് തരുന്നത്. അപ്പൊ ഞങ്ങൾ അന്ന് തൊട്ട് ഈ കുഞ്ഞിനോട് പറയുന്ന ഒരു കാര്യം, അവളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്, ജോസ് മെമ്മനയുടെ വൈഫ്. അന്ന് തൊട്ട് അവളോട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മോളെ നീ ദൈവവേലയ്ക്കുള്ളവളാണെന്നുള്ളത്. നീ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ ക്ലോസറ്റിൽ പോകേണ്ടവളാ, പക്ഷെ നിന്നെ ദൈവം ഇത്രത്തോളം നിർത്തി. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ അത്ഭുതങ്ങളാലാണ് ദൈവം ഞങ്ങളെ വഴി നടത്തിയത്. അത് കഴിഞ്ഞ് ഞങ്ങള് ഇവൾക്കൊരു 2 മാസം ആയപ്പോ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന്, കാരണം വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും നമുക്കൊരു പ്രാർത്ഥിക്കാനോ, ഞായറാഴ്ചയാകുമ്പോൾ ഗസ്റ്റ് കാണുമായിരിക്കും, അങ്ങനെ യാതൊരു ആത്മീയ പ്രാർത്ഥന അങ്ങനത്തെ യാതൊരു ഇതുമില്ല. അവർക്ക് മനസ്സിലാകത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞങ്ങൾ ഓർത്തു കോട്ടയത്തോട്ട് ഞങ്ങള് മാറി താമസിക്കാനായിട്ട്. അപ്പൊ അമ്മ പറഞ്ഞു നിങ്ങൾക്ക് അവ സന്തോഷമെങ്കിൽ നിങ്ങൾ മാറിക്കോ. അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് പള്ളത്ത്, അന്നും വരുമാനമൊന്നുമില്ല, കോട്ടയം പള്ളത്ത് ഒരു വാടകയ്ക്ക് വീടെടുത്ത് ഞങ്ങൾ താമസം തുടങ്ങി. വീട്ടുകാരുടെ സഹായത്തോട് തന്നെ പൂവന്തുരുത്ത് ഒരു റബ്ബർ ഫാക്ടറി തുടങ്ങി. വീട്ടുകാരെ സഹായിച്ച് തന്നെ ഒരു റബ്ബർ ഫാക്ടറി തുടങ്ങി. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് അവിടെ കല്ലുവല്ല കുഞ്ഞുച്ചാന്റെ സഭയോട് ചേർന്ന് ഞങ്ങൾ അവിടെ സഭയിൽ നല്ല ആക്റ്റീവ് മെമ്പേഴ്സ് ആയിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ അന്ന് റബ്ബറിന്റെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ ദൈവാത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വസ്തുവിന്റെ ലാഭമല്ല, ഒരു വസ്തുതയുടെ തെളിവായിട്ടാണ് നിന്നെ ഇവിടെ നിർത്തിയേക്കുന്നത്. അതായത് എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കച്ചവടം എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി കപടം കാണിക്കാതൊന്നും ശരിയായി കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. അന്നത്തെ കാലത്ത് ഈ പവർ തെഫ്റ്റ് നന്നായിട്ട് നടക്കുന്ന സമയം. ഞങ്ങൾക്കറിയാം, ഞങ്ങളെപ്പോലെ 4 ഫാക്ടറി ഉള്ളവര് 25,000 രൂപ കറണ്ട് ചാർജ് അടയ്ക്കുമ്പോൾ ഞങ്ങൾ ഒരു മാസം കറണ്ട് ചാർജ് 1 ലക്ഷം രൂപ കറണ്ട് ചാർജ് അടയ്ക്കുന്നത്. അതിന്റെ നടുക്ക് പിടിച്ചു നിൽക്കുക ഭയങ്കര പാടാ. അങ്ങനെ പോയി മുന്നോട്ട് പോയി ഫാക്ടറി ഒരു ദിവസം ജപ്തി ചെയ്തു. ആരോടും മിണ്ടാൻ പറ്റില്ല. ഞങ്ങൾ രാവിലെ ഒരു ദിവസം ചെല്ലുമുണ്ട് വലിയ താഴിട്ട് നോട്ടീസ് ഒട്ടിച്ച് വെച്ചേക്കുന്നു. ഞങ്ങൾ 2 പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നും മിക്കവാറും അമ്മ വിളിക്കും, എന്നാ ഉണ്ട് വിശേഷം, ഫാക്ടറി പോയില്ലേ, ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ അമ്മ വിളിക്കരുത്, ആരും അറിയരുത്. ഞങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചപ്പോ വചനത്തിൽ കൂടെ ദൈവം ഇടപെട്ടു. പൗലോസ് 14 രാത്രി സൂര്യനെയും ചന്ദ്രനെയും കാണാതെ കടലിൽ അലഞ്ഞു. 14ാമത്തെ ദിവസം ഒരു വിടുതൽ. അപ്പൊ എന്നോട് പറഞ്ഞു, ലിസി 14ാമത്തെ ദിവസം തുറന്നു തരും, പേടിക്കണ്ടെന്ന് എന്നും പറഞ്ഞ് ഞങ്ങൾ ഉപവസിച്ചു 14ാമത്തെ ദിവസം അവര് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാ. ഈ ലോൺ എടുത്ത് അവർ വിളിച്ചിട്ട് പറഞ്ഞു, കാരണം നമ്മൾ ഈ സാങ്ഷൻ ആയത് മുഴുവൻ ഞങ്ങൾ എടുത്തിട്ടില്ല, അത് വെച്ച് അവര് പലിശ കൂട്ടി, അതുകൊണ്ടാണെന്നും പറഞ്ഞ് അവര് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി 14ാമത്തെ ദിവസം അത് തുറന്നു. അത്ഭുതമായിട്ട് തുറന്ന് അത് പ്രവർത്തിച്ചു. അത് നന്നായിട്ട് ആ ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ കൊച്ചാച്ചന്റെ ഉള്ളില് ഈ ഒരു സമൂഹമുണ്ട്, ഒരു ക്രിസ്ത്യൻസ് പോലും ഇല്ലാത്തൊരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട്. അവരെ കുറിച്ച് ഒരു വലിയ ബേഡൻ തന്റെ ഉള്ളില്. നമുക്ക് അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പോയാലോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ അവരെ കുറിച്ചുള്ള ഓരോ ന്യൂസ് ഒക്കെ എനിക്ക് എടുത്തു തരും, വായിക്കും. ഞാൻ പറഞ്ഞു എന്നാ പോകാം. അപ്പൊ ഞങ്ങള് അന്ന് മൂത്തവള് 10ാം ക്ലാസ് കഴിഞ്ഞു, ഇളയാള് 8ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുക. ആ സമയത്ത് ഞങ്ങൾ ബൈബിൾ ട്രാൻസ്ലേഷൻ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെടാൻ ദൈവം ഒരു അവസരം, ഒരു മിഷൻ എക്സ്പോ കോട്ടയം മാമൻ മാപ്രവാളി നടത്തി. അപ്പൊ ഞങ്ങൾ അത് വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയപ്പോ അവരെ കണ്ടു. ഈ കമ്മ്യൂണിറ്റിയുടെ പേരെഴുതി അവിടെ വെച്ചേക്കുന്നു. അപ്പൊ ഞങ്ങള് കണ്ടു. ഞങ്ങള് മോടെ 10 കഴിഞ്ഞപ്പോ മോളെയും കൂട്ടി അവര് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി, ആ ഏരിയ ഇടുക്കിയില് പോയി, ബൈസൺ വാലി പോയി കണ്ടു. ഞങ്ങൾ പോന്നു. പിള്ളേരെ 2 പേരെയും കൊണ്ട് ബിലീവേഴ്സ് ഹോസ്റ്റലാക്കിയിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിലില്ല, ഇപ്പൊ നിങ്ങൾ വയനാട് നിൽക്കെന്നും പറഞ്ഞു ഞങ്ങൾ ഫാക്ടറിയൊക്കെ വേറെ ആളെ ഏൽപ്പിച്ചേച്ച് ഞങ്ങൾ വയനാടിന് പോന്നു. വയനാട് 5 വർഷം വർക്ക് ചെയ്തു. അതായത് ബൈബിൾ ട്രാൻസ്ലേഷൻ ഓർഗനൈസേഷനിൽ ട്രാൻസ്ലേഷൻ നടക്കുന്ന ഫീൽഡിലൊക്കെ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരു വിങ്ങാണ് നിർമ്മാണം. അതുമായിട്ട് ചേർന്നാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെയായിരുന്നു. പിന്നെ ഫാക്ടറി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അടിമാലിക്ക് വന്നു. അടിമാലിയില് താമസിച്ചു ഫാക്ടറി നോക്കാനൊക്കെ. പക്ഷെ അത് ഫാക്ടറിയുടെ പ്രവർത്തനമൊക്കെ വളരെ മോശമായി, അതൊക്കെ വളരെ നഷ്ടമായി തീർന്നു. അതുകൊണ്ട് ഞങ്ങൾ അതങ്ങ് വിറ്റു, അത് ഡിസ്പോസ് ചെയ്ത്
ഞങ്ങൾ അടിമാലിയിൽ നിൽക്കുമ്പോൾ അടിമാലിയിൽ നിന്ന് നമ്മൾ ട്രൈബൽസിനെ സ്റ്റാഫായിട്ട് എടുക്കും. അപ്പൊ അവരാ പറഞ്ഞത്, സാറേ ഇങ്ങനെ ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി വട്ടവടയുണ്ട്, നമുക്ക് പോകാം. ഞങ്ങൾ അവിടെ ചെന്നു. അന്നേരമാണ് മനസ്സിലാകുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടെന്നും ഈ സമൂഹത്തിൽ പോയി പ്രവർത്തിക്കാന്ന്. ഞങ്ങൾ അവിടെ പോകാതെ എല്ലാ ആഴ്ചയിലും അവിടെ ചെല്ലും. അവിടെ ചെന്നില്ല ഇവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിറ്ററസി, അവരുടെ ലാംഗ്വേജിൽ അവരെ ലിറ്ററേറ്റ് ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ പക്ഷെ അവിടെ ചെന്നപ്പോ അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞു, സാറേ ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ട്. അതായത് ഞങ്ങളെ കൃഷി ഹെൽപ്പ് ചെയ്യണം, അതുപോലെ പഠിച്ചവർക്ക് PSC കോച്ചിങ് വേണം. ഞാൻ ചെന്ന എല്ലാ ആഴ്ചയും PSC കോച്ചിങ് കൊടുക്കും. അങ്ങനെ പക്ഷെ അതൊന്നും ഓർഗനൈസേഷൻ അതിനോടൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ ആയിരുന്നപ്പോ ഞങ്ങൾ ഓർത്തു, കാരണം ഇവരെല്ലാം കേരളത്തിലായതുകൊണ്ട് എല്ലാവരും മലയാളം മീഡിയത്തിൽ പഠിച്ച് നന്നായിട്ട് മലയാളം അറിയാം. അപ്പൊ ഇവരുടെ ലാംഗ്വേജിനോട് ചെറുപ്പക്കാർക്ക് വലിയ താല്പര്യമില്ല. കേരളത്തിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്, വലിയ താല്പര്യം. അപ്പൊ ഞങ്ങൾ റിസൈൻ ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഡയറക്ടറെ വിളിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ റിസൈൻ ചെയ്ത് അവിടെ പോയി താമസിക്കാൻ പോവാ. കാരണം അവരുടെ ഇടയിൽ പോയി പാർത്തു, അല്ല നമ്മൾ വല്ലപ്പോഴും ഒന്ന് പോയി വന്നാലൊന്നും നിൽക്കത്തില്ല. അപ്പൊ ഞങ്ങൾ വട്ടവട പോയി താമസിക്കാൻ തീരുമാനം. അപ്പൊ ഞങ്ങൾ ഡയറക്ടറോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾ പറഞ്ഞു ദൈവം ഞങ്ങളെ നടത്തും. അങ്ങനെ ഞങ്ങൾ റിസൈൻ ചെയ്ത് ഞങ്ങൾ ഒരു ദിവസം ഈ ട്രൈബൽസിന്റെ കൂടെ തന്നെ ഇങ്ങനെ കറങ്ങിപ്പോ ഒരു ഏരിയ കണ്ടു. കുറച്ച് സ്ഥലം മേടിച്ച് അവിടെ വീടൊന്നുമില്ല. ആ സ്ഥലം തന്ന ആൾക്കൊരു വാടക വീടുണ്ട്. ആ വീട്ടില് ഞങ്ങൾ താമസിച്ചു. ഇതിനിടയ്ക്ക് കുഞ്ഞുങ്ങൾ പഠിച്ച് ഡിഗ്രി കഴിഞ്ഞു. മൂത്തവളുടെ കല്യാണമായി. ഈ പറഞ്ഞ പോലെ ഇതിനിടയ്ക്ക് കല്യാണം വന്നപ്പം ഞങ്ങൾ ഇങ്ങനെ നടക്കുമല്ലേ, വയനാട്, അടിമാലി ഇങ്ങനെ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് കല്യാണം നടത്താനൊന്നുള്ള യാതൊരു സാഹചര്യവും ഇല്ല, ഞങ്ങൾ ഇങ്ങനെ നടക്കുക. പക്ഷെ അന്നേരം ജോസ്മോന്റെ പപ്പ പറഞ്ഞു, അതിനെന്നാ അവര് തമ്മിൽ കണ്ടിട്ടല്ലേ. അവര് കണ്ടു, ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഭയങ്കര അതിശയമായിട്ട് കല്യാണം നടന്നു. അവരിതിനിടയ്ക്ക് രണ്ടുപേരും കൂടെ പഠിക്കാൻ ബാംഗ്ലൂര് മോൻ സയാക്സില് പഠിച്ചു. അവള് SABC PG എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിൽ പാസ്റ്റ് ആയിട്ടായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് പഠിക്കാൻ വന്നതാ ഇവിടെ. അതിനിടയ്ക്ക് ഇളയാളും PG കഴിഞ്ഞു. ഞങ്ങൾ വട്ടവട ചെന്ന് കഴിഞ്ഞപ്പോ അവളുടെയും കല്യാണം കഴിഞ്ഞു. അവള് മംഗലാപുരം ഇൻഫോസിസിൽ വർക്ക് ചെയ്യും. അവളുടെ ഹസ്ബൻഡ് മെൽവിൻ. അവന്റെ വീട് മംഗലാപുരം നെല്ലിയാടിയിലാണ്. അവക്ക് ഒരു 9 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് വട്ടവട ചെന്നു. ഈ വീട്ടില് ഞങ്ങൾ ചെന്നപ്പോ ഭയങ്കര, കാരണം അന്ന് 6 വർഷം മുമ്പ് ഒരു പെട്രോൾ അടിക്കണേ ഞങ്ങൾ 50 കിലോമീറ്റർ മൂന്നാർ വരണം. യാതൊരു അടിസ്ഥാന സൗകര്യം ഇല്ലാത്തൊരു ഏരിയയാണ് അന്ന്. ഇന്നിപ്പം ടൂറിസ്റ്റ് ഒത്തിരി വരുന്നുണ്ട്, അതുകൊണ്ട് റിസോർട്ടുകളൊക്കെ ഉണ്ട് ഒത്തിരി. അങ്ങനത്തെ ഒരു ഏരിയയില് ഞാൻ പറയാൻ കാര്യം, ഈ വീട് തന്നെയാണേലും ഈ കട്ടിലൊക്കെ ഇങ്ങനെ താണതാ. അപ്പൊ എപ്പോഴും എന്റെ കൊച്ചാച്ചന് ഇങ്ങനെ ഇച്ചിരി ഹൈറ്റ് ഉണ്ട്, തല ചെന്ന് ഇടിക്കും. അത് ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം സെമിനാരി, മക്കളന്ന് കോട്ടയത്തുള്ളപ്പോഴാ, സെമിനാരിയിൽ നിന്ന് പെട്ടെന്ന് പുള്ളി അങ്ങ്, നമ്മൾ എവിടെയാടാ, എന്നതാടാ? ഞാൻ ചോദിച്ചു, ഇതന്നെ ഈ പറയും, നമ്മൾ കോട്ടയത്തല്ലേ, അയറിന്റെ അടുത്തല്ലേ, ഇതന്നെ. ഒരു ഓർമ്മയില്ല, ഒന്നുമില്ല എനിക്ക് വേഗം. അപ്പൊ ഞങ്ങളുടെ തന്നെ ഒരു കസിനാണ് കോട്ടയം ഭാരതിലുള്ള ന്യൂറോ. അപ്പൊ ഞങ്ങൾ പുള്ളിയെ വിളിച്ചു. പുള്ളി പറഞ്ഞു വേഗം കാഷ്വാലിറ്റി കൊണ്ടുവരാൻ പറഞ്ഞു. അവര് എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് അവർക്ക് എന്നാന്ന് പിടികിട്ടുന്നില്ല. സ്കാൻ ചെയ്തെടുത്ത് ബ്ലാങ്ക് ആയിട്ട് കിടക്കുക, കുറച്ച് ഏറിയ ഒരു ഓർമ്മ. ആ സമയത്ത് ഒരു ഓർമ്മയില്ല. അപ്പോഴത്തേക്ക് വെല്ലൂര് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഡോക്ടേഴ്സ്. അവർക്ക് ഇത് റിപ്പോർട്ടെല്ലാം അയച്ചു കൊടുത്തപ്പം അവര് പറഞ്ഞു, തല എവിടെയെങ്കിലും ഇടിക്കുന്നുണ്ടോ? ഈ വീടിന്റെ കട്ടിലയിൽ ഇടയ്ക്കിടയ്ക്ക് എന്ന് ബ്രെയിൻ ഷെയ്ക്ക് ആകാതെ ദൈവം ഒരു കുറച്ച് നേരത്തേക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി. പിന്നെ അത് ഇതുവരെയും ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ദൈവം അങ്ങനെ നടത്തുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതിനിടയ്ക്ക് അവിടെ ഞങ്ങൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ അവരുടെ ആവശ്യങ്ങളൊക്കെ, കാരണം അവർക്ക് ഈ മറ്റ് എന്തെങ്കിലും അവരുടെ ആവശ്യങ്ങൾ ഉണ്ടായാലും ഇപ്പൊ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കണം, അവർക്ക് അറിയത്തില്ല എന്ത് ചെയ്യണം, ആരെ കാണണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 4 വീൽ ജീപ്പ് ഉണ്ടെങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ അവരുടെ അടുത്ത് പോകാൻ തന്നെ ഒരു ജീപ്പൊക്കെ മേടിച്ചു. പക്ഷെ അന്നേരം, കാരണം അവിടുത്തെ ഏരിയ അതുപോലത്തെ ഒരു ഏരിയയാണ്. കുറച്ചൊന്ന് കയറണമെങ്കിൽ ഇതുപോലെ കുത്തുകയറ്റം കയറിയാലേ ഒക്കത്തുള്ളൂ. വീണു, കാലൊടിഞ്ഞു, കുറച്ച് നാള് പോകാൻ പറ്റാതെ വളരെ ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി, അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ മാറി.
അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അവരെല്ലാ ആവശ്യങ്ങൾക്കും അവർ ഞങ്ങളെ സമീപിക്കാറുണ്ട്. അവിടെ ഞങ്ങളും പോകാറുണ്ട്. നമുക്ക് ആദ്യം ഞങ്ങൾ അവിടെ ചെന്നപ്പം അവര് നമുക്ക് മുഖം തരത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സമയത്ത്, ആ വലിയ ഫ്ലഡിന്റെ സമയത്ത്, നമ്മുടെ കടുത്തുരുത്തി ബൈബിൾ കോളേജിലെ KS എബ്രഹാം പാസ്റ്റർ അറിയായിരിക്കുമല്ലോ. KS എബ്രഹാം പാസ്റ്ററിന്റെ മകൻ തിമോത്തി ആ സമയത്ത് ഒരു 6 ലക്ഷം രൂപയുടെ സാധനങ്ങൾ, ഇവർക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്തു. അതിൽ പിന്നാണ് അവിടെ ഞങ്ങൾക്കൊരു പ്രവേശനം കിട്ടിയത്. പിന്നെ ഇപ്പൊ ഞങ്ങൾ ചെന്നാല് എല്ലാരും അന്ന് നമുക്ക് ഉടുപ്പൊക്കെ കൊണ്ടു തന്ന സാറും ആന്റിയുവാ. അല്ലെങ്കിൽ എന്നെ എന്നു വെച്ചാൽ ഇവര് അന്യ പുരുഷന്മാരെ കാണുമ്പോൾ ഒരു മുഖം തിരിച്ചങ്ങ് നിൽക്കും. അങ്ങനെ ആയിരുന്നു ഇവര്. ഇപ്പൊ അതല്ല, അവരുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണ്. എല്ലാ നിലയിലും സഹകരിച്ചു പോകുന്നു. നമ്മളൊരു കാര്യത്തിന് വിളിച്ചാൽ അവർ വീട്ടിൽ വരും, അവര് വിളിച്ചാൽ ഞങ്ങൾ പോവും. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ വീടില്ലായിരുന്നെന്ന് പറഞ്ഞല്ലോ. വീടും ഇല്ല. പിന്നെ ഞങ്ങൾ 10 മേക്കിംഗ് പോലെ ഒരു ഓർഗാനിക് കൃഷിയൊക്കെ തുടങ്ങിയാണ് അവിടെ താമസിക്കുന്നത്. പക്ഷെ മുന്നോട്ട് പോകുന്നതോറും ഈ വൈൽഡ് ആനിമൽസും എല്ലാം കൂടെ ആയി കൃഷിയൊന്നും മുന്നോട്ട് പോകാത്തപ്പോ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവിടെ നിൽക്കണമെങ്കിൽ ഞങ്ങൾക്ക് വല്ല വരുമാനവും വേണം, അല്ലാതെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു നല്ലൊരു റിസോർട്ടുണ്ട്. അപ്പൊ അവരൊരു പ്രാവശ്യം അവിടെ കയറി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, എപ്പം വരുമ്പോൾ അവർ ഞങ്ങളെ അറിയാം, എപ്പം വരുമ്പോഴും ഞങ്ങളെ ഫുഡിന് വിളിക്കും. ഒരു പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കല്ലേ ഈ തണുപ്പും ഈ ട്രൈബൽസിനെയും ഈ ഏരിയയൊക്കെ ഇഷ്ടം, നിങ്ങൾ ഇതങ്ങ് മാനേജ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ട് ഞങ്ങൾ അതും മാനേജ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കുടിയിലൊക്കെ പോകാനുള്ള, ട്രൈബൽസിനടുത്തൊക്കെ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സമയമുണ്ട്, സൗകര്യമുണ്ട്. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ വട്ടവടയിലായിരിക്കുന്നു. ദൈവം ഞങ്ങളെ അതിശയമായിട്ട് ഇങ്ങനെ നടത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ കോട്ടയത്ത് ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പം മൂന്നാറ്, വട്ടവട, അവിടെ പ്രകൃതി ഭംഗിയുമുണ്ട്, അതെ, കർത്താവിൻ്റെ വേലയും ഒക്കെയായിട്ട്. അതെ അതെ അതെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളിപ്പം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പോയി വർക്ക് ചെയ്യുക, അവരുടെ ഇടയിൽ പാർക്കുക, അതൊരു ചെറിയ കാര്യമല്ല. കാരണം നമ്മളെപ്പോഴും ഈ വല്ലപ്പോഴും പോയി വന്ന് നടത്തുന്ന ഒരു പ്രവർത്തനത്തെക്കാളത്തിൽ എഫക്റ്റീവ് ആകുന്നത് അവരുടെ ഇടയിൽ തന്നെ പാർത്തുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ്. ഈ സുവിശേഷത്തോടുള്ള അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അവര് പഠിച്ചതും ഒക്കെ ഇങ്ങനെ പെരുമ്പാവൂരും ഒക്കെ മർത്തോമക്കാരുടെ ഹോസ്റ്റലൊക്കെയാണ് പഠിച്ചത്. പക്ഷെ അവര് എക്സ്കമ്മ്യൂണിക്കേഷൻ അവർക്ക് ഭയങ്കര പേടിയാ. അവര് കാരണം ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഒത്തിരി കാരണം മോറലി ആണേലും ഫാമിലി ലൈഫ് ആണേലും എല്ലാം വളരെ നീറ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് പറയുന്നത്, സാറേ ഞങ്ങൾക്ക് പേടിയാ. അത് അവർക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഒരു വ്യക്തി പോലും അതിലില്ല. അതുകൊണ്ട് അവര് മടിച്ചു നിൽക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. അതായത് ഒരു വ്യക്തി പോലും അങ്ങനെ ഒരു ധൈര്യപൂർവ്വം ഒരു തീരുമാനമെടുത്ത ആരുമില്ല. പക്ഷേ സുവിശേഷം അവർ കേട്ടു. അപ്പൊ ഈ കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യയുടെ മറ്റു സ്ഥലങ്ങളിലും ആളുകളുണ്ടോ? ഇവിടെ ഇന്ത്യയുടെ ഇല്ല, കേരളത്തിൽ തന്നെ തൃശ്ശൂരുണ്ട്. തൃശ്ശൂര് ബോർഡറിൽ കുറച്ച് പേരുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ആകെ ഒരു 25,000 പേരൊക്കെ ഉള്ളൂ ഇവര്. ശരി. ഇങ്ങനെയുള്ള അനേക പീപ്പിൾ ഗ്രൂപ്പ്സ്, അനേക സമൂഹങ്ങൾ ഭാരതത്തിൻ്റെ പല ഭാഗത്തുണ്ട്. അവരുടെ ഇടയിൽ സുവിശേഷം എത്തുന്നുണ്ട്. പക്ഷേ അവർക്ക് വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെക്കാൻ കഴിയാത്ത അനേക ആളുകളുണ്ട്. നമുക്ക് വയനാട്ടിൽ നിന്നൊക്കെ ഈ അടുത്ത സമയങ്ങളിൽ കുറേ ട്രൈബൽ സാക്ഷ്യങ്ങൾ വന്നിരുന്നു. വയനാട്ടിലെ രണ്ട് മൂന്ന് കമ്മ്യൂണിറ്റി, എനിക്ക് തോന്നുന്നു പണിയർ എന്ന് പറഞ്ഞൊരു സമൂഹത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരു അർജുനൻ പാസ്റ്റർ വന്നു, ഒരു അശോകൻ പാസ്റ്റർ വന്നു. അവരൊക്കെ ആ ഒരു നാടോടി കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടിരുന്ന ആളുകളാണ്. അതെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ കർത്താവ് എന്തൊക്കെയോ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അനേകരുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് മൂന്നാറിലുള്ള ആ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ആ കമ്മ്യൂണിറ്റിയുടെ പേരൊന്നും തുറന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രേക്ഷകർ പ്രാർത്ഥിക്കുക. അപ്രകാരമുള്ള
പീപ്പിൾ ഗ്രൂപ്പ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അവരുടെ ഇടയിലൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യട്ടെ. അവരുടെ ഒരു സാമൂഹികപരമായ വളർച്ചയും അവരുടെ സുവിശേഷത്തിൻ്റെ ഒരു സ്വാധീനം, ഇത് രണ്ടും കണക്റ്റഡ് ആണ്. പലപ്പോഴും പിശാച് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ കുടുക്കിയിട്ടുകൊണ്ട് അവർക്കും ഒരു വളർച്ചയില്ല, സാമൂഹികമായിട്ടൊരു വളർച്ചയില്ല. പലപ്പോഴും ഗവൺമെന്റുകൾ ചെയ്യുന്നത് ഇവരെയൊക്കെ ഒരു സ്പെസിമെൻ ആക്കി വെച്ചിരിക്കുക. ഇപ്പൊ അതില് ഒരു സഹോദരൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സിവില് പഠിച്ചു, പക്ഷെ 10 പേപ്പർ ബാക്ക് ഉണ്ടായിരുന്നു. അപ്പം ജോസ് പാസ്റ്റർ കണ്ടിട്ട് പറഞ്ഞു, പുള്ളിയും സിവിൽ എഞ്ചിനീയറാണ്, ജോസ് പേമിന പാസ്റ്റർ. പുള്ളി പറഞ്ഞു, ചിൻരാജെ ഇതൊന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് എഴുതിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഗവൺമെന്റ് ഫ്രീ കോച്ചിങ് കൊടുക്കും, പക്ഷെ ഹോസ്റ്റൽ സൗകര്യം ഇല്ല. ജോസിനെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിർത്തി പഠിച്ച് പാസ്സായിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു വില്ലേജിൽ എഞ്ചിനീയറായിട്ട് പഞ്ചായത്ത് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുക. അവരെ പഠിച്ചാലും അവിടം വിട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ആ ചുറ്റുവട്ടത്തുള്ള ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാനേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അവരുടെ ദേശം, അവരുടെ കമ്മ്യൂണിറ്റിയുമായിട്ടൊക്കെ ഒത്തിരി കണക്റ്റഡ് ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ആളുകളാണ്. ദൈവത്തിന്റെ സ്തോത്രം. പറയും, നമുക്ക് പഠിച്ച വേറെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് കല്യാണം കഴിച്ചാൽ, അയ്യോ വേണ്ട ആന്റി, വേണ്ട, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മാത്രം മതി ആന്റി എന്ന് പറയും. അതായിരിക്കും പെമ്പിള്ളാര് പഠിക്കാത്തതായിരിക്കും, പക്ഷെ അവർ ആ കമ്മ്യൂണിറ്റി വിട്ട് വേറെ പോകാൻ അവരെ ആഗ്രഹിക്കുന്നില്ല. ഒരു നല്ല കാര്യമാണ്. കാരണം ഈ കാലത്ത് കുടുംബത്തിനും ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്കൊന്നും വലിയ വില ഈ നമ്മളീ പറയുന്ന പുറത്തുള്ള സമൂഹം കാണിക്കാത്ത ഒരു സമയത്ത് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികൾ അതിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കുന്നു എന്നുള്ളത് കേൾക്കുന്നതിന് ഒരു വലിയ സന്തോഷമാണ്. വര്യപുരം യോനാച്ചാനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ പറഞ്ഞല്ലോ, ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട് പാസ്റ്റർ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അവരുടെ അടുത്ത് പോയാൽ. ആദ്യമൊക്കെ ഞങ്ങൾ പോകുമ്പം, ഞാൻ ഈ PSC കോച്ചിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ ഫുഡും കൊണ്ട് പോകുമായിരുന്നു. അത് കഴിഞ്ഞപ്പം പിന്നെ അവർ പറഞ്ഞു, ഞാൻ ഈ ഫുഡ് കൊണ്ടുവരും, ഞങ്ങൾ തരാന്ന് പറയും. എങ്ങനെയാന്ന് വെച്ചാൽ ഇവര് ചോറ് വെച്ച് പെണ്ണുങ്ങൾ, ഇവര് കൃഷിസ്ഥലത്ത് പോകുന്നതിന് കാട്ടി പോവാന്നാ പറയുന്നത്. ഇവരങ്ങ് പോകും. എന്നിട്ട് ഉച്ചയാകുമ്പോൾ ആണുങ്ങൾ ഒരു പുൽപ്പായും ഇട്ട് ആ കലത്തോടെ ചോറും കറിയും നമ്മുടെ മുന്നിൽ കൊണ്ടുവെക്കും. നമ്മളത് വാരി കഴിക്കണം. പക്ഷെ അവരുടെ ആ സ്നേഹത്തോടെയുള്ള ആ ചോറും കറിയും ഒക്കെ അതൊക്കെ ഭയങ്കര ടേസ്റ്റ്. അവരുമായിട്ട് സഹകരിച്ച് എന്തോ ദൈവം ഞങ്ങളെ അവിടെ കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് അവിടെ അതൊരു ഭയങ്കര സന്തോഷം. പലരും വന്ന് കണ്ടിട്ട് ഈ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് പറയും, അയ്യോ കോട്ടയത്ത് കിടന്ന് നിങ്ങൾ എങ്ങനെ ഇവിടെ കിടക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ പറ്റും, ഒരാഴ്ചയൊക്കെ പറ്റും, എന്നും നിൽക്കുക എന്ന് പറഞ്ഞ. പക്ഷെ ഞങ്ങൾക്ക് ഇത് സന്തോഷ പാസ്റ്റർ, ഞങ്ങളിപ്പൊ ഇവിടുന്ന് ഈ അമേരിക്കയിൽ നിന്ന് ഓടി അങ്ങോട്ട് പോകാനാ. അപ്പൊ ഞങ്ങൾക്കത് ഭയങ്കര ഒരു സന്തോഷ. ഫുഡൊക്കെ നമ്മുടെ രീതിയല്ല, ഫുഡ് അവരുടേതായ രീതിയിലുള്ള ഇതൊക്കെ ചാറും ഒക്കെയാണ്. ചാറും അവര് കീരയെന്നാ പറയുന്നത്. കാട്ടിലുള്ള കുറെ ഇലകളുണ്ട് അവർക്ക്, അതൊക്കെ ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ള സാധനം. നമുക്കിതൊന്നും അറിയത്തില്ല, നമ്മളിതൊക്കെ കളയും. അവരതൊക്കെയാണ് കീര വെക്കുക എന്ന് പറയുന്നത്. ഒരു മടിയിൽ ഇത് പറിച്ചിട്ടോണ്ട് വന്ന് തോരൻ വെച്ച്. ശരി ശരി. പോണെങ്കിൽ ഞങ്ങള് ഒരു കൊച്ച് കറുത്ത് തുപ്പുക. അപ്പം പലയിടത്തും കൊണ്ട് സ്കാൻ ചെയ്തു, എന്നാന്ന് അറിയുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങള് കോട്ടയത്ത് കൊണ്ടുപോയി. കോട്ടയത്ത് കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടറിനോട് പതുക്കെ പറയാം, ഗവൺമെന്റ് എന്തെല്ലാം സൗകര്യം കൊടുക്കുന്നു, ഒരു ഗ്യാസ് ഊറ്റി മേടിച്ചു വെക്കാൻ മേലെ, ഈ നിലം പറ്റിയിരുന്ന് ഊതി ഉള്ള കാർബൺ മുഴുവൻ ചെന്നിട്ട് അത്രയേ ഉള്ളു കാര്യം എന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ വിഷയത്തിന് ഇവരങ്ങ് പേടിക്കും. അത്ര ഇന്നസെന്റ് ഇവര്. അപ്പൊ അവരെ കൊണ്ട് ഞങ്ങള് കോട്ടയത്ത് കൊണ്ടുപോയി ഡോക്ടറെ കൊണ്ടുപോയി. അത് കേട്ടപ്പം പിന്നെ സമാധാനമായി. ദൈവത്തിന്റെ സ്തോത്രം. വര്യപുരം യോനാച്ചാനെ കുറിച്ച് പറഞ്ഞു. ആ കാലഘട്ടത്തിലെ ഞാനെപ്പോഴും ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് കർത്താവ് ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള പ്രവാചകന്മാർ നമുക്കില്ലാത്തത്. നമുക്കുള്ളൊരു വലിയൊരു ഗുണമാണ് ഇങ്ങനെ ജീവിക്കുന്ന കുറെ ദൈവദാസന്മാരുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. അത് ഞങ്ങൾക്ക് ഭയങ്കര അനുഭവമായിരുന്നു. അച്ചായൻ മരിച്ചിട്ടും കൊച്ചമ്മ മരിക്കുന്ന വരെ ഞങ്ങൾ പോവായിരുന്നു. കൊച്ചമ്മയുടെ ശവോടക്ക് വരെ ആ വീട്ടിൽ പോയതാ. പിന്നെ ആ ഭാഗത്തോട്ട് പോയിട്ടില്ല വാസ്തു. ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നത്. അവിടെ പോകുന്നതും അത് ആലോചനയെന്നൊക്കെ പറയുന്ന ഇന്ന് പറയുന്നത് പോലല്ലോ, ശ്രേഷ്ഠമേറിയ കാര്യങ്ങളാ പറഞ്ഞ്. ഞാൻ ഇന്നൊരാളോട് എന്നോട് പറഞ്ഞൊരു കാര്യ, ഒരു മാൻ കൂട്ടം അത് ഓടും, അതിന്റെ മുന്നിലുള്ള എല്ലാ വൈതരണികളും അത് ചാടിക്കിടക്കും. അതേസമയം അതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ മറ്റവർ ഓടുന്നത് പോലെ അത് ഓടുകയില്ല.
അതുകൊണ്ട് നിന്റെ ഉള്ളിൽ ഒരു യേശു ജനിച്ചിട്ടുണ്ടെങ്കിൽ ലോകക്കാർ ഓടുന്ന പോലെ നിനക്ക് ഓടാൻ പറ്റത്തില്ല. ആ യേശുവിന് കേടുവരുന്ന തരത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഓരോ ദൂത് പറയുന്നത്. അതുപോലെ പറഞ്ഞൊരു കാര്യമാണ്, ഈ ലോകത്തിന്റെ സർവ്വ മഹത്വവും നിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് തള്ളിക്കളഞ്ഞ നാഥനെ നീ സേവിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ പുഷ്ടിയല്ല, ഒരു ആത്മീക പുഷ്ടി തന്ന് നിന്നെ നടത്തുമെന്ന് കൊച്ചച്ഛനോട് പറഞ്ഞൊരു ദൂത. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയല്ല. അത് നമുക്ക് ഒരാൾക്ക് വേണ്ടി വചനം ശുശ്രൂഷിച്ച ദൂത് പറയുന്നത്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടം ഉണ്ടായി. ഞാൻ ഇങ്ങനെ നമുക്ക് ന്യായമായി ലഭിക്കേണ്ട ചില കാര്യം നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞു. ഞാൻ കണ്ണുനീരോടെ പോയി പ്രാർത്ഥന നടക്കുമ്പോൾ പുറയിലോട്ട് കയറിയിരുന്നു. അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ അച്ഛനുമായിട്ടൊന്നും സംസാരിച്ചില്ല, പ്രാർത്ഥന തുടർമാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അവിടെ പോയി പുറയിൽ കയറിയിരിക്കുക. വെട്ടി പൊട്ടുന്ന ശബ്ദത്തിൽ എന്റെ തലയിലോട്ട് കൈവച്ചിട്ട് പറയാം, സമ്പത്തുക്കളുടെ അപകാരം സന്തോഷത്തോടെ സഹിക്കുന്നതിന് സ്വർഗത്തിൽ ഉത്തമ സമ്പത്തുണ്ട്. പിന്നെ ഭാരപ്പെടേണ്ട കാര്യമുണ്ടോ പാസ്റ്ററെ? നമ്മൾ ഒരു കാര്യവും പറഞ്ഞില്ല. അങ്ങനെയുള്ള ആലോചനകളാണ് പറയുന്നത്. പുതിയ തലമുറയ്ക്ക് ഇല്ലാത്തത് അങ്ങനെയുള്ള കൃത്യതയുള്ള വിശ്വസ്തതയുള്ള പ്രവാചകന്മാരാണ്. ഇന്ന് ഒത്തിരി പ്രവാചകന്മാരുണ്ട്, പ്രോഫറ്റ്സ് എന്ന് പേരിൻ്റെ കൂടെ വെക്കുന്നവരുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു വിശ്വസ്തതയും ആക്രോശയും അവരിൽ ആരിലും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഞങ്ങളുടെ അല്ലെങ്കിൽ അടുത്ത തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമുറയൊക്കെ മിസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ദേവദാസന്മാരെയാണ്. ഞാൻ പ്രാർത്ഥിക്കുക, ചിലരതിന് സമർപ്പിതരായിട്ട് നിൽക്കണം. കാരണം അങ്ങനെ ശുശ്രൂഷയൊക്കെ ലഭിക്കണമെങ്കിൽ നമുക്ക് പലതും ഉപേക്ഷിക്കുകയും പലതും വിടുകയും നമ്മുടെ ജീവിതത്തെ അങ്ങനെ ക്രമീകരിക്കുകയും ചെയ്തെങ്കിലേ ഈ തലമുറയിൽ ആ വിടവ് നികത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മുടെ തലമുറയിൽ അത് സാധിക്കാത്തത് പലപ്പോഴും അങ്ങനെ ഒരു സമർപ്പിത ജീവിതം നമ്മുടെ തലമുറയ്ക്ക് പറ്റുന്നില്ല, അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ഒത്തിരി കോംപ്രമൈസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കർത്താവിന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അതെ, ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. മറ്റനുഭവങ്ങളുണ്ടെങ്കിൽ പറയാം കേട്ടോ. ജീവിതത്തിൽ കർത്താവ് ചെയ്തത്, ദൈവത്തിൻ്റെ പ്രൊവിഷൻ, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, ദൈവം പരിപാലിച്ചതൊക്കെ പറയാം. ദൈവം തന്ന വലിയ ഒരു ഇന്ന് ഈ അനുഭവമൊക്കെ വരുവാണെങ്കിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോകുന്ന പോലെ പോന്നു. ഇന്ന് നിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇതൊന്നും പറഞ്ഞു നാളെ ഞാൻ എങ്ങനെയാ എന്നാന്നൊന്നും ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഈ പട്ടോടെ ചെന്നപ്പോഴാണേലും ആദ്യം അങ്ങോട്ട് ചെന്ന് കഴിയും. കാരണം മൊത്തം അവിടെ തമിലിയൻസ് ആണ്. കാരണം മുഴുവൻ തമിലിയൻസാ. ശരിക്കും അവിടെ നിൽക്കുന്ന ഒരു മലയാളി റിസോർട്ട് ഓണേഴ്സ് ഉണ്ട്, അല്ലാതെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരാൾക്കാർ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം അങ്ങോട്ട് ചെന്നു, റിസൈൻ ചെയ്ത് വലിയ ആവേശത്തോടെ അങ്ങോട്ട് ചെന്ന് നിന്ന് ആദ്യത്തെ ദിവസം കരഞ്ഞു. ആകെ ഒരു പേടി. കാരണം ഓടി വന്ന് വിളിച്ചാൽ പോലും കേൾക്കാനില്ല, കൊടും തമിഴ് ചുറ്റും താമസിക്കുന്നവർ മുഴുവൻ. പിന്നെ ഞാൻ തന്നെ എന്നോട് തന്നെ പറഞ്ഞു, ആരും ഇറക്കി വിട്ടും ആരും ഓടിച്ചു വിട്ടിട്ടൊന്നും അല്ലല്ലോ നീ വന്നേ, നീ തന്നെയല്ലേ വന്നേ. പിന്നെ അങ്ങ് വചനമൊക്കെ പറഞ്ഞ് അതിലങ്ങ് ധൈര്യപ്പെടും. ദൈവത്തിന്റെ വചനോ ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്ന. കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും തന്നാലും നിന്റെ ഉപദേഷ്ടാവ് നിനക്ക് മറിഞ്ഞിരിക്കില്ല. ഒരു വചനത്തെ പിടിച്ച് ഞങ്ങൾ അങ്ങ് നിൽക്കും. ആ വചനം പിടിച്ച് അത് കയറി അതിലാ നിൽക്കുന്നത്. അല്ല വേറെ പുറമെ കണ്ണിന് കാണാവുന്നതോ ഒന്നുമില്ല. പിന്നെ ഉറപ്പാക്ക് ദൈവഹിതത്തിലാണോന്ന്. ദൈവം ആഗ്രഹിക്കുന്ന ആ ട്രാക്കിലാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്, വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കൃപ ദൈവം തരുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. ഇതുപോലെ ഇളയ മോളുടെ വിവാഹ സമയം എടുത്തപ്പം ഞങ്ങൾ ഒരു പ്രപ്പോസൽ വന്നു, ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങും. അന്ന് ഇപ്പം ഒന്നുമില്ല, ഈ 3 വർഷം ആയതേ ഉള്ളൂ. ഒരു ദൈവദാസൻ നാളുകൾക്ക് മുമ്പ്, കുറച്ച് നാളായിട്ട് ഞങ്ങൾ വലിയ കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. പുള്ളി പക്ഷെ വട്ടോടെ വന്നിട്ടുണ്ട്, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പുള്ളി ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങളോട് പറയാം, ചായ മോക്കൊരു കല്യാണാലോചന വരുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കെന്ന് പറഞ്ഞില്ല, ഒന്നുമില്ല, ഒന്നും നോക്കണ്ട, കൈ കൊടുത്തോളാം. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കത്തില്ല പാസ്റ്ററെ, അങ്ങനെ അങ്ങ് പോകും. അങ്ങനെ പോകുന്നോണ്ട് ഓരോ കാര്യങ്ങളും പിന്നെ പ്രാർത്ഥിക്കുന്നേ ദൈവം അല്ലെങ്കിൽ ദൈവം തട്ടി മാറ്റണം. അല്ലാതെ നമുക്ക് വലിയ കഴിവും പ്രാപ്തിയും വിവേചനവും ഒന്നുമില്ല. ദൈവം അങ്ങനെ ഓരോ സ്ഥാനത്തും ദൈവം ഞങ്ങളെ നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇനി ധാരാളമായി സഹായിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യട്ടെ. ആ ദേശത്തുനിന്ന് ഫലങ്ങൾ, ആദിഫലങ്ങളെയൊക്കെ, ദേശത്തിൻ്റെ ആദിഫലങ്ങളെയൊക്കെ കാണുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷകളൊക്കെ കർത്താവ് മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം സിസ്റ്ററെ. സിസ്റ്റർക്ക് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
ആരെങ്കിലും വിശ്വാസ സത്യങ്ങൾ അറിഞ്ഞിട്ടും ചുവടുവെക്കുവാൻ ധൈര്യമില്ലാതെ നിൽക്കുന്നെങ്കിൽ പ്രിയപ്പെട്ട സിസ്റ്റർ സാക്ഷ്യം നമ്മൾ കേട്ടു. ഒറ്റയ്ക്ക് വിശ്വാസത്തിലിറങ്ങി ധൈര്യപൂർവ്വം ചുവടുകൾ അവർ കുടുംബമായി ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും അവർ രണ്ടുപേരും എടുക്കുവാൻ ഇടയായി തീർന്നത് ഇന്ന് വരെ അവരെ നടത്തി. അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിലൊരു ധൈര്യം ഒരു ബലവും ഒക്കെ പകരപ്പെടുവാൻ ഇടയായി തീരട്ടെ. സിസ്റ്റർക്ക് തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായിട്ടടി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ആരെങ്കിലും കർത്താവെ ദൈവസന്നിധി കടന്നു വരുവാൻ ആഗ്രഹിച്ചിട്ടും അടിച്ചു നിൽക്കുന്നുവെങ്കിൽ സ്വർഗം അവരുടെ ഹൃദയത്തോട് ദൈവം ഇടപെടുമാറാകണം. ആവശ്യമായ ധൈര്യവും ഉറപ്പും കർത്താവ് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. അവിടുന്ന് വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ആ ദൈവത്തിലുള്ള ഉറപ്പും ധൈര്യവും അവിടുന്ന് കൊടുക്കണമേ. ആരെങ്കിലും പ്രതിസന്ധിയിലോ പ്രശ്നങ്ങളിലോ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവെ അതിനെ തരണം ചെയ്യുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആര് ഭയപ്പെട്ട് പിന്മാറുവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏറെ ഉറപ്പും ധൈര്യവും കൊടുത്ത് കർത്താവ് ബലപ്പെടുത്തി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നല്ല സാക്ഷ്യത്തിനായി സാക്ഷ്യം പറയുമെന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഈ ശുശ്രൂഷ അവിടുന്ന് മാനിക്കണം, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മളെല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ കർത്താവിന്റെ ദാസന്റെ മേൽ, തന്റെ കുടുംബത്തിന്റെ മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഒരു പ്രാവശ്യം നന്ദി പറയുക സിസ്റ്റർ. ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം വന്ന് സമയം പങ്കുവെച്ചതിൽ. അമേരിക്കയിൽ ന്യൂയോർക്കിൽ ഇപ്പോൾ എനിക്കൊന്ന് ഒത്തിരി ലേറ്റ് നൈറ്റായി, 10-12 1 മണിയായെന്ന് തോന്നുന്നല്ലേ? ദൈവത്തിന് 12 കാലായി. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററോടും ജോസ് പാസ്റ്ററോടും ഉള്ള നന്ദി പറയുന്നു. നമ്മുടെ പ്രേക്ഷകരെ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.